Praise the Lord. Be to God. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 37-38. The Gospel of John, chapter 7, verse 37 and 38. On the last day, that great day of the feast, Jesus stood and cried out, saying, "If anyone thirsts, let him come to me and drink. He who believes in me, as the scripture has said, out of his heart will flow rivers of living water." കർത്താവേ, അടുത്ത വചനത്തിനായി ആരാധനയ്ക്കായി സ്തുതിക്കുന്നു. Father, thank you for your word and thank you for the worship. ഞങ്ങളോട് സംസാരിക്കണമേ. Speak to us, Lord, ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ. in the name of Christ Jesus. ആമേൻ. Amen. ഒരാമയും പറഞ്ഞില്ലല്ലോ. Amen. Praise the Lord. Amen. ആര് പ്രാർത്ഥിച്ചാലും എന്താ പറയണം? Amen. If anybody prays, what should you say? You should say amen. Praise the Lord. Amen. ആമേൻ. ഇവിടെ ശുശ്രൂഷയിലായിരിക്കുന്ന സഭയുടെ സീനിയർ പാസ്റ്റർ അക്കുലാസ് എബ്രഹാം കർത്താവിന്റെ ദാസൻ കുടുംബത്തിനെ വന്ദനം ചെയ്യുന്നു. I greet the senior pastor of this church, Pastor Achilles and his family. ഇവിടെ സെക്ഷന്മാരെ കത്തുദാസന്മാർ പാസ്റ്റർ ജോൺ കുരിശുള, അതുപോലെ പാസ്റ്റർ ജോർജ് പാസ്റ്റർ, പ്രിയ സണ്ണിച്ചായൻ, അതുപോലെ നാട്ടിൽ വന്ന പ്രിയ ജോസഫ് ചായൻ, സ്നേഹിതരായ പ്രിയപ്പെട്ട ലാൽ ബ്രദർ ഉൾപ്പെടെ എന്നെ താമസിപ്പിച്ച സൈമൻ ഫാമിലി, അദ്ദേഹം ഇവിടെ കൊണ്ടുവരാനിടയായി. ഈ മീറ്റിങ്ങിന് വളരെ ഉത്സാഹിച്ചു. കത്തുദാസരുടെ കുടുംബത്തോടെ നന്ദി പറയുന്നു. റിബേക്കായെ ഓർത്ത് സ്തുതിക്കുന്നു, വന്ദനം ചെയ്യുന്നു. എല്ലാവർക്കും ആമേൻ. ഇന്ന് സ്നാനം സ്വീകരിച്ച് കർത്താവിനോട് ചേർന്ന പ്രിയ കുഞ്ഞുങ്ങളെയും കർത്താവിന് വന്ദനം ചെയ്യുന്നു. ഇവിടെ പരിചയപ്പെട്ട സ്നേഹിതരായ എല്ലാവരും ശിവപാഷ ഉൾപ്പെടെ എല്ലാവർക്കും വന്ദനം ചെയ്യുന്നു. ശക്തിയോടെ കഥ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. Hallelujah. I greet all of you in Jesus' name, all the servants of God, the host family, Rebecca and all of you all. ആമേൻ. Amen. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വായിച്ചത് ഉത്സവത്തിന് മഹാദിനമായി ഒടുക്കത്തെ നാൾ. We read on the last day of the great day of the feast. യേശു എന്നോട് പറയുകയാണ്, Jesus stood and said, ദാഹിക്കുന്ന എല്ലാം എൻ്റെ അടുക്കലേക്ക് വരട്ടെ. "If anyone thirsts, let him come unto me." വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന ഒരു ജീവജല നദി ഒഴുകും. As the scripture has said, from him who believes, out of his heart will flow rivers of living water. ഇസ്രായേലിന്റെ കൂടാര പെരുന്നാളിന്റെ സമാപന ദിവസമാണ് സംഭവം. This was the last day of the tabernacle feast. കൂടാര പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഇസ്രായേലിന് ദൈവം നടത്തിയ വഴികളെ ഓർപ്പിക്കാൻ കൂടിയാണ്. The great day of the feast is a moment of remembering all the ways God has led them. ദൈവം നമ്മെ നടത്തിയ വഴികളെ ഓർത്ത് സ്തോത്രം പറയണം. Can we thank God, thinking on how the Lord has led us thus നമ്മൾ far? അന്യരും പരദേശികളുമാണ്. We are strangers and foreigners. ഇതിപ്പോൾ കൂട്ടായ്മയോടെ കൂടുന്നെങ്കിൽ ഇത് പിരിയാ ബന്ധമാണ്. Even though we are coming together, we are people that will one day separate. ഭൂമി വെച്ച് കണ്ടില്ലെങ്കിൽ നിത്യതയെ കാണാം. If we don't see each other on this day, on this side of heaven, we may see each other on the side of eternity. ജീവനുള്ള പ്രത്യാശയ്ക്കായി I സ്തോത്രം thank ചെയ്യുന്നു. God for this living hope. Hallelujah. ഇസ്രായേലിന്റെ കൂടാര പെരുന്നാളിനെ ഓർപ്പിക്കുന്നത് The great day of the feast ഇവിടെ പിതാക്കന്മാർ മരുഭൂമിയിൽ കൂടാരവാസികളായിരുന്നു. reminds us that the forefathers used to be tent dwellers. അതിന്റെ ഓർമ്മയ്ക്കായി കാട്ടൊലിവിന്റെയും നാട്ടൊലിവിന്റെയും കൊമ്പുകൾ വെട്ടിക്കൊണ്ടുവന്ന് താൽക്കാലികമായി കൂടാരങ്ങൾ ഇസ്രായേൽ യഹൂദന്മാരുടെ ഭവനങ്ങളുടെ മുകളിലോ അവരുടെ വീടിന് മുമ്പുകളിലോ ഒക്കെ ഇത് കെട്ടി കൂടാര പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസങ്ങൾ. As a remembrance of this, they would often get wild and original olive branches, and they would put it on top of their tents as a remembrance of them being tent dwellers on the tabernacle of feast. യഹൂദ സ്ത്രീകൾ പാർക്കുന്ന കൂടാരങ്ങളുടെ മുമ്പിൽ ഒലിവെണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കുമായിരുന്നു. And the women that were dwelling in their tents would have olive oil and lamps burning with that oil in front of their tents. ആമേൻ. ഇസ്രായേലിന്റെ ദൈവം രാത്രി അഗ്നിസ്തംഭമായിരുന്നു ഓർപ്പിക്കാൻ. The God of Israel in the dark was a pillar of fire. ആമേൻ. Amen. അഗ്നിസ്തംഭമാകുന്ന പരിശുദ്ധാത്മ ഇന്നും നമ്മെ നയിക്കുന്നതിനായി സ്തോത്രം I പറയുകയാണ്. praise God for the pillar of fire that is the Holy Spirit which is leading us even today. ഈ ദിവസങ്ങളിലെ ശിലാവ കുളത്തിൽ നിന്ന് ഒരു വെള്ളവുമായിട്ട് പുരോഹിത ഗ്രൂപ്പും വരും. On that day, out of the pool of Shiloh, a priest and a group with him would also come forth. ഒരു പാട്ട് പാടിക്കൊണ്ടാണ് ഈ വെള്ളം കൊണ്ടുവരുന്നത്. They will come forth with the sound of a song. ഈ കുടത്തിലെ വെള്ളം യാഗപീഠത്തിന് മുമ്പിൽ കൊണ്ടുവെക്കും. And they would bring a container of water and lay it before the altar. അതിൽ വീഞ്ഞൊഴിക്കും. And they will pour wine into that. ഈ 7 ദിവസത്തിന്റെ അവസാനം 8-ാം ദിവസം സഭായോഗത്തോടെ പെരുന്നാൾ തീരുകയാണ്.
And after the 7th day, on to the 8th day, there would be a great celebration in the tabernacle. ഈ ഉത്സവത്തിന്റെ സമാപന ദിവസത്തിൽ And on the final day of the celebration, ഈ യാഗം നടക്കാൻ പോകുമ്പോൾ അതിന്റെ മുകളിലേക്ക് വെള്ളം ഒഴിക്കും യാഗപീഠത്തിന്റെ മുകളിൽ. as they're about to burn the sacrificial animal, they would pour water on the animal. അങ്ങനെ യാഗം കഴിഞ്ഞ് ഇസ്രായേൽ മടങ്ങി പോകുമ്പോൾ After the sacrifice was complete and the Israelites would return, ഒരുപക്ഷെ ഈ വെള്ളം കൊണ്ടുപോകുമ്പോഴായിരിക്കും കർത്താവ് പറഞ്ഞത് ദാഹിക്കുന്നതിന്റെ അടുക്കലേക്ക് വരട്ടെ. it may be that Jesus is speaking of this water. If anyone is thirsty, let him come unto me. ലോകത്തിൽ നിത്യജീവന്റെ ദാഹം തീർക്കാൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. Only Jesus Christ can quench your thirst for eternity in this world. മാനവജാതിക്ക് വേണ്ടി ഈ ജീവജല ഉറവ തുറക്കട്ടതിനായി സ്തോത്രം പറയണം. I praise God that the living waters have been opened up for the humankind. അവൻ ജീവന്റെ ഉറവയായ കർത്താവാണ്. He is the source of living waters. യേശുക്രിസ്തു ഏക മാർഗം. He alone is the way. യേശുക്രിസ്തു ഏക വഴി. He alone is the way. യേശുക്രിസ്തു ലോക രക്ഷിതാവ്. He is the savior of the world. പല വഴിയുടെ കൂട്ടത്തിൽ ഒരു വഴിയല്ല യേശുക്രിസ്തു. He is not just one way out of many ways. മരിച്ചവരും മൗനം തുടങ്ങി ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. Nobody that is dead and silent can praise God. ജീവനുള്ള ദൈവത്തെ സ്തുതിക്കട്ടെ. But those that are living should praise God. മരിച്ചുപോയ മൺമറഞ്ഞുപോയ മധ്യസ്ഥന്മാർക്കും തിരുമേനിമാർക്കും പുണ്യാളന്മാർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. None of the great men and the authorities, even spiritual authorities who are buried and dead, can praise God. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. We only have one God and only one mediator between man and God, and that is the man Jesus Christ. Praise the Lord. Amen. വ്യർത്ഥമായ കാര്യങ്ങൾക്ക് പോയി ജീവിതം പാഴാക്കരുത്. Don't go waste your life for the things that are nothing. ഞങ്ങൾക്ക് അങ്ങനെ പോയ ആളുകളാണ്. Such people are present. എത്രയോ കോഴിയെ വെട്ടി എത്രയോ അപ്പം കൊടുത്തു. They sacrificed many chickens and they gave much bread. ഞാൻ മലങ്കര കത്തോലിക്കയിലെ ഒരു വിശ്വാസിയായിരുന്നു. I am a believer that comes out of the Catholic Church. 9 വർഷം മധുവായി ധൂപക്കുറ്റി വീശി. For 9 years I raised up incense before the tabernacle. 9 വർഷം അവരും പുകഞ്ഞു ഞാനും പുകഞ്ഞു. For 9 years they raised the incense and I also raised the incense. വലിയ അപ്പച്ചന്മാരൊക്കെ പറഞ്ഞു നമ്മൾ രക്ഷ നഷ്ടപ്പെടുത്തരുത്. Amen. Don't just go behind many big bishops and priests and lose your life. ദൈവം ആത്മാവാകുന്നു, അവനെ ആത്മാവിശ്വത്തിൽ ആരാധിക്കണം. God is spirit and we must worship him in spirit and truth. Praise the Lord. Amen. യേശുക്രിസ്തുവിലൂടെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്. And we worship God through Jesus Christ. ഇവിടെ കാണിക്കുന്ന കർത്താവിന്റെ മേശ, This table that is set before us, ഒരിക്കലായി യേശുക്രിസ്തു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടു. one day it shows us that Jesus died on the cross. ഇവിടെ ഇരിക്കുന്ന അപ്പം പ്രാർത്ഥിക്കുമ്പോൾ മാംസമാകപ്പില്ല. This bread that is on the table does not become flesh when you pray. യേശുവിന്റെ ശരീരത്തിന്റെ ഓർമ്മയ്ക്കായി. It is a remembrance of the body of Jesus. ഇവിടെ ഇരിക്കുന്ന വീഞ്ഞ് യേശുവിന്റെ രക്തത്തിന്റെ ഓർമ്മയ്ക്കായി. And this wine is a remembrance of the blood of Jesus. ഇത് പ്രാർത്ഥിക്കുമ്പോൾ രൂപമാറ്റം ഉണ്ടാകുന്നില്ല. It doesn't become actual blood. ഇത് അനുഗ്രഹ പാത്രമാണ്. But it is a blessing. It is a table of കർത്താവിന്റെ blessing. ഓർമ്മയ്ക്ക് വേണ്ടി. For the remembrance of the Lord. ഒരിക്കലായി ക്രൂശിക്കപ്പെട്ടു. He was crucified once. ഒരിക്കലായി കഷ്ടം സഹിച്ചു. And he suffered once. പാപത്തിന്മേൽ ശാപത്തിന്മേൽ മരണത്തിന്മേൽ യേശു ജയിച്ചു. And he became victorious over sin, curse and death. യേശു ഉയർത്തെഴുന്നേറ്റു. Jesus rose from the dead. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയി. And he raised from the dead and went up to the heavens. ആമേൻ. Amen. വീണ്ടും വരുന്നു വിളിച്ചറിയിക്കുക. And again it is showing us that he is coming back one day. വന്നില്ല. He has not come yet. വരും. But he will. ഉറക്കെ പറ വരും. Say it with me, he will. ആമേൻ. Amen. ആമേൻ. Amen. പ്രൈസ് ദി ലോർഡ്. Hallelujah. നമ്മുടെ കൂട്ടായ്മയെ കാണിക്കുകയാണ്. This is showing our fellowship as well. ഐക്യതയെ It കാണിക്കുകയാണ്. shows our unity. അശുദ്ധിയും പാപവും വെച്ചോണ്ട് എടുക്കരുത്. Do not take this table if you have any sin or wickedness in you. നിങ്ങളിൽ പലരും ബലഹീന രോഗികളുമായി തീരും. You may become sick and people of infirmity. അനേകരും നിദ്രപ്പെടും. And many can even sleep. മരിച്ചു പോകും. You may even die. 2 മരണമുണ്ട്. ഒന്ന് ആത്മീയ മരണമുണ്ട്, അല്ലാതെ മരണമുണ്ട്. There are 2 types of death. There is a spiritual and there is also a physical death. ചിലർ ഇന്ന് മരിച്ച് സഭയ്ക്കകത്തിരിപ്പുണ്ട്. Some people are dead and still sitting in the church. അവർ സ്തോത്രം പറയത്തില്ല, പാട്ടും പാടത്തില്ല. They don't say any praise God. They don't sing any songs. അവർക്കൊരു വിശുദ്ധി ഇഷ്ടമല്ല. They don't want the life of holiness. ഇത് പെട്ടെന്ന് ആമേൻ പേപ്പറിൽ പൊതിഞ്ഞ് കൊടുക്കുന്ന സാധനമല്ല. This is not something that you can give out like paper. ബീഞ്ഞും അപ്പം എല്ലാം ഇപ്പോൾ സ്റ്റാമ്പേ കിട്ടും. സ്റ്റാമ്പ് പോലെ ബീജും അപ്പം എല്ലാം സ്റ്റാമ്പേ പോലെ കിട്ടും. സ്റ്റാമ്പ് പോലെ. It's bread and water, bread and wine can be acquired like stamps. എങ്ങനെയും പെട്ടെന്ന് തല്ലുകൂടി തീർക്കുക.
It is not something that you can acquire easily. പക്ഷേ ഇതിന് അരമണിക്കൂർ പോയാലും ശ്രേഷ്ഠമായ ശുശ്രൂഷയാണ്. But even if it goes for 30 minutes, it is an honorable service unto the Lord. ഇത് കുറയ്ക്കുന്നവനെ ദൈവം കുറയ്ക്കും. But if you cut down the time for this, God will cut you down. ഇതിനെ ഉയർത്തുന്നതിനെ ദൈവം ഉയർത്തും. But if you honor this table, God will honor you. ഈ തിരുവയ്ക്കവിടെ ഇത് ഉണ്ടാകാൻ കാരണം നമുക്ക് വരാൻ കാരണമായ കാരണമാണ്. The reason we have this table is so that we can come forth into that ആ table. നിത്യജീവനായി സ്വപ്നം I പറയുകയാണ്. praise God for that eternal life that we ഹല്ലേലൂയ. Hallelujah. ആമേൻ. കർത്താവ് പറയാണ് ദാഹിക്കുന്നവൻ വരട്ടെ. The Lord says, if anyone thirsts, let him come unto me. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്. From the heart of him who believes. പറഞ്ഞാൽ എനിക്ക് വേണ്ടി യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, കഷ്ടം സഹിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. In other words, Jesus died on the cross for me. He was buried and he was raised from the dead. I believe these things. അങ്ങനെ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ If you believe such a way, രക്ഷിക്കപ്പെടാൻ വരട്ടെന്നാ പറയുന്നത്. I'm talking about those that are saved. ദാഹിക്കുന്നവൻ വരട്ടെ. And he's saying to them, if you're thirsty, come അങ്ങനെ to me. വിശ്വസിക്കുന്നവനുള്ളിൽ In the heart of him who believes, യേശുവിന്റെ ജീവൻ ഉണ്ടാകും. the life of Jesus is present. പാപവഴികളെ വിട്ട് Leaving the way of sin യേശുവിനെ രക്ഷകനായ കർത്താവായി and receiving him as Lord and Savior, അംഗീകരിക്കുന്ന വ്യക്തിയിൽ those that receive him, യേശുവിന്റെ ജീവൻ the life of Jesus അല്ലെങ്കിൽ ആത്മമുദ്ര, and the seal of the Holy Spirit, ആത്മാവെന്ന അച്ചാരം and the seal of the Holy Spirit, അതവിടെ ഇരിക്കുകയല്ല, it is not just present, അത് ഒഴുകുന്നതാണ്. it is something that flows out of you. ആമേൻ. Amen. കൈ ഒന്ന് മടക്കി പിടിച്ച്. Can you put your fists up? ഇത്രയേ ഉള്ളൂ ഓരോരുത്തരുടെ ഹാർട്ട്. This is the size of your heart. ജെയിംസ് ബോർഡന്റെ ഹാർട്ട് അത്രയേ ഉള്ളൂ. This is the size of your heart. നിങ്ങൾ എത്ര വലിയ ആളാണെങ്കിൽ എത്രയേ ഉള്ളൂ ഹാർട്ട്. No matter how tall or big you are, that's Praise the the Lord. size of your heart. ഇതിനകത്ത് നദികൾ ഒഴുകും. But the Lord says rivers of living water will come out of this heart. ആത്മ നദിക്കായി സ്തോത്രം I പറയുകയാണ്. praise God for the spirit of the river of the Spirit. തിരുവെഴുത്ത് പറയുന്നത് പോലെ As the scripture says, എന്ന് പറഞ്ഞാൽ ശലോമോൻ രാജാവ് പണി കഴിപ്പിച്ച മനോഹരമായ ദൈവാലയത്തിന് മുമ്പിൽ 2 സ്തംഭങ്ങൾ തീർപ്പിച്ചിരുന്നു. this means that as Solomon had built the temple of Jerusalem, there were 2 main pillars in that temple. ഒന്ന് യാഗിൻ, ഒന്ന് ബോവസ്. One was Yagi and the other was Boaz. ബോവസ് എന്ന് പറഞ്ഞാൽ ദൈവശക്തിയെ കാണിക്കുന്നു. Boaz represents the power of God. യാഗിൻ ദൈവം സ്ഥാപിച്ചു. Yagi means the Lord has established. ഇതിന്റെ മുകളിൽ 12 കാള ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. And on top of those pillars were etched out 12 oxen. 3 കാള വടക്കോട്ട്, 3 തെക്കോട്ട്, 3 പടിഞ്ഞാറ്, 3 കിഴക്കോട്ട്. 3 were facing the north, 3 the south, 3 the east and 3 the അതിന്റെ west. മുകളിൽ വലിയ ടാങ്ക് ഉണ്ടാക്കി വെച്ചിരുന്നു. On top of that there was a big tank. ഈ ടാങ്കിലെ വെള്ളം കാളയുടെ വയറിലേക്ക് വരും. And that tank would have water that flows through the oxen. വയറ്റിൽ നിന്ന് വായിലൂടെ ഒഴുകും. It will come through its stomach and out of its mouth. അതൊരു ടാപ്പ് വെച്ചിരിക്കുകയാണ്. There was a small tap there. അത് തുറക്കുമ്പോൾ വെള്ളം വരും. And when you open it, the water would flow. അതാണ് അന്നത്തെ കാലത്ത് ദൈവാലയത്തിലെ ശലോമോന്റെ കാലത്ത് പാത്രങ്ങളൊക്കെ ശുദ്ധീകരിച്ചത്. That's the water they used to clean the utensils in the temple of Jerusalem. അതിന്റെ മൂലഭാഷ പറയുമ്പോൾ വിശ്വസിക്കുന്നവന്റെ വയറ്റിൽ നിന്ന് ജീവജല നദി ഒഴുകുന്നു. In the original language it says rivers of living water will flow out of the belly of him who believes. ആമേൻ. Amen. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ആത്മസന്തോഷത്തിനായി സ്തോത്രം I പറയുന്നു. praise God that you have the Holy Spirit joy in your heart flowing within you. ഒരു നദി ഇവിടെ ഒഴുകി വന്നാൽ If the river begins to flow from here, നരിയാണിയോളം വെള്ളം വന്നാൽ നിൽക്കാൻ പറ്റും. will you be able to stand when the water is flowing voluminously? മുട്ടോളം വെള്ളം വന്നാൽ നിൽക്കാൻ പറ്റും. Can you stand if the water is standing up to your knees? അരയോളം വെള്ളം വന്ന് നിൽക്കാൻ പറ്റും. How about if it's up to your waist? കഴുത്തോളം വെള്ളം വന്നാൽ What about if it comes to your neck? ഏത് വലിയ PhD കാരനാണെങ്കിലും No matter how big of a PhD degree you നിനക്ക് have, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയത്തില്ല. you cannot cross this river unless you swim through the river of God. ആമേൻ. Amen. അതാ ഇന്നലെ നമ്മൾ കണ്ടത്. That is what we saw yesterday. നിയന്ത്രണം പോയില്ലേ? That's what we saw today. നിയന്ത്രണം എല്ലാം പോയി. Amen. ഓയാറിലെ നിയന്ത്രണം പോയി. കൺട്രോൾ പോയി. You have lost all control in that water. ആമേൻ. Amen. സകല PhDയും ഡോക്ടറേയും കൺട്രോളും പോകും. All the control of your PhD and doctorate, all that control is gone. You cannot cross without swimming. സഹോദരൻ നീന്തുകായിരുന്നു. Amen. They were all swimming in the Holy Spirit. ഇത് അനുഭവിച്ചാണല്ലോ. If you experience this, ഒരിക്കലും പറയത്തില്ല you will never say ഇതില്ലെന്ന്. that this is not a real thing. അത്ര വലിയ സാന്നിധ്യമാണ്. Such a great presence this is. Praise the Lord. Amen. ഈ സണ്ണിച്ചാനും ജോർജ് ഭാഷയൊക്കെ ഇരിക്കുമ്പോൾ അവർ എത്ര ശക്തമായിട്ടാണ് കർത്താവിനെ ആരാധിക്കുന്നത്. You can look at George Uncle and Sunny Chayan and all the men of God, how powerfully they were worshiping God. ഞാൻ ഒന്നാം സാഹസത്തിന് അദ്ദേഹത്തെ നോക്കി ഇത്രയും പ്രായക്കുറവ് കേട്ടോ എങ്കിലും പോലും നല്ല നന്നായിട്ട് കൈയടിക്കുന്നു. Amen.
pastor was looking at them and they were clapping their hands vigorously. ഇത്ര 10 ഉണ്ടെങ്കിൽ നമുക്ക് എത്ര അനുഗ്രഹമാണ്. Amen. If we had more people like this, how big of a blessing would it be? ചില പെന്തിക്കോസ് പള്ളി വന്നിരിക്കുക ബ്രെഡ് ജാം തൂക്കണം. Some people clap their hands like they're putting jam on bread. 10 വർഷം 20 വർഷം 30 വർഷമായിട്ട് ബ്രെഡ് ജാം തൂക്കുക. For 20 years, 30 years, they are putting jam on their slices of bread. ദൈവത്തെ മഹത്വപ്പെടുന്ന നന്നായി ദൈവത്തെ സ്തോത്രം If ചെയ്യുക. you're going to give him the glory, do it well. Hallelujah. Praise the Lord. Amen. ദൈവശബ്ദമാണെങ്കിൽ നിങ്ങൾക്ക് സൗഖ്യം ഉണ്ടാവും. If it is the voice of God, you will be healed. ചില ആരാധന കേൾക്കുമ്പോഴേ When some people hear the sound of worship, they will shut their ears. വർഷിപ്പിന്റെയും വചനത്തിന്റെയും സൗണ്ട്. What is it? It's the sound of worship and the word. ഇതിലൂടെ 10,000 വാട്സിനെ കേൾപ്പിക്കുന്നതല്ല. This is not something that you can give it to 10,000. ആത്മാവിന്റെ സൗണ്ട്. It is the sound of the Holy Spirit നിങ്ങളെ alone. ശക്തരാക്കുന്നതിനായി സ്വപ്നം It പറയുകയാണ്. is the sound that strengthens you. Praise the Lord. Amen. നാട്ടുകാർക്കെല്ലാം പല ശബ്ദവും ഇഷ്ടമാണ്. The people in this world have a desire for many different sounds. ഏത് ആരാധനക്കാരുടെയും ശബ്ദം ഇഷ്ടമാണ്. They like the sound of any worshipper. പക്ഷെ നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങൾ 10 പേര് കൂടി ആരാധിച്ചാൽ നിർത്തിക്കോ, ഇവിടെ അപ്പച്ചൻ മരിക്കാൻ കിടക്കാണേ, നിർത്തിക്കോ എന്ന് പറയും. But if there is a small formal adjudication going on, there may be 10 people and the leader will say, stop your worship. ക്ഷേത്രത്തിലെ പള്ളിയിലെ കോളാമ്പി കൊണ്ടുവച്ച് തകർത്ത് 2 മണി വരെ ആണെങ്കിലും ഒരു പ്രശ്നവും നാട്ടുകാർക്കില്ല. But they have no problem if you're worshiping God under a tent, even if it is 2 a.m. in the morning. കാരണം എന്താ? The reason for that ഈ ശബ്ദത്തിന്റെ അത്ര ആത്മവ്യാപാരമുണ്ട്. is that there is the movement of the Holy Spirit through this sound. യേശുവിന്റെ നാമത്തിലെ In the name of Jesus. Praise the Lord. Hallelujah. ഒരു നല്ല വാർത്തയാണ് ഒക്ലഹോമയിൽ വന്നിരിക്കുന്നത്. You have come to Oklahoma. ഈ സ്റ്റേറ്റിലെ എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ ബൈബിൾ പഠിപ്പിക്കാം. We have heard some good news that the Bible will be taught in every school. ഒരു നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. Praise God for that. Hallelujah. ദൈവമക്കൾ പ്രാർത്ഥനയുടെ ഫലങ്ങളാണ്. This is the fruit of the prayer of God. ഒരു നല്ല സ്തോത്രം ദൈവത്തിന് കൊടുത്താട്ടെ. Give him a good hallelujah. 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 ദൈവത്തിന് മഹത്വം. Glory to God. സാത്താനൊക്കെ പൊളിക്കാൻ നോക്കിയതാ. Amen. They tried to destroy this. അടുത്ത സ്റ്റേറ്റിലേക്ക് വ്യാപരിക്കട്ടെ. But let it move into the next state also. വലിയ ഉണർവുണ്ടാകും ദൈവമക്കളെ. Let there be a great revival. വലിയ ഉണർവുണ്ടാകും ദൈവം. Let there be a great revival. കർത്താവിന്റെ വരവ് അടുക്കാൻ പോവാ. Because the coming of Jesus is at hand. ഞാൻ വിശ്വസിക്കുന്ന ഉണർവ്. I believe that revival. അനുതാപത്തിന്റെ It is the compassion ശുദ്ധീകരണത്തിന്റെ of holiness, ഏറ്റുപറയുന്ന confession, തകർന്നു കരയുന്ന crying out, ക്ഷമിക്കുന്ന forgiveness, ആത്മാവിൽ നിറയുന്ന infilling of the Holy Spirit, വചനം പഠിക്കുന്ന learning of the word of God, സത്യത്തിലേക്ക് നയിക്കപ്പെടുന്ന being led into the ആ truth. വലിയ ഉണർവിനായി സ്തോത്രം പറയുകയാണ്. God, that revival is such a revival. അത് കത്തട്ടെ. Let that revival fire burn. ഹല്ലേലൂയ. Hallelujah. ആ ഉണർവിനായി സ്തോത്രം ചെയ്യുകയാണ്. Praise God for that revival. Praise the Lord. Hallelujah. ഈ സഹോദരിയെ എന്തെല്ലാം കൂടെ കൊടുത്ത് നിർത്തിക്കണം കേട്ടോ. ചാപ്പാട് പുട്ടോ കൊടുത്ത് സമ്മാനം കൊടുത്ത് നിർത്തിക്കണം. വിടരുത്. Praise the Lord. ദൈവം തന്നതിനായി സ്തോത്രം പറഞ്ഞാട്ടെ. പ്രാർത്ഥനകൾ നിർത്തിവിടെ യേശുവിന്റെ നാമത്തിൽ. Praise the Lord. ഇടയ്ക്കൊക്കെ പലർക്കും അവസരം കൊടുക്കണം കേട്ടോ. വഴക്കൊന്നാരും ഉണ്ടാക്കല്ലേ. Praise the Lord. ദൈവമഹത്വം വെളിപ്പെടാൻ പോകുകയാണ്. God's glory will be revealed. ദൈവം ചില കൊടുത്ത കഴിവുകളാണ്. It is the ability that the Lord has given. താലന്തുകളാണ്. It is the talent that the Lord സഭയ്ക്ക് പ്രയോജനം ചെയ്തതിനായി സ്തോത്രം ചെയ്യുകയാണ്. Praise God for all that we are doing. ഞങ്ങളെ പോലെ മണ്ടന്മാർ ഉപദേശിമാർ വന്നു കഴിഞ്ഞാൽ പ്രസംഗിനെ ആര് കേൾക്കാനത്? Amen. Who will listen to foolish preachers such as I am? ദൈവം കൊടുത്ത വരത്തിനായി സ്തോത്രം പറയുകയാണ്. Praise God. Hallelujah. ആമേൻ. Hallelujah. ഈ നദി ഒഴുകിയുള്ള ഗുണം പറയാൻ പോവുകയാണ്. I'm going to talk to you about the nature of when a river flows. ഇയ്യോബിന്റെ പുസ്തകം. In the book of Job. ഇയ്യോബിന്റെ പുസ്തകം. Book of Job. 14-ാം അധ്യായം. Chapter 14. അതിന്റെ 19-ാം വാക്യം വായിച്ച്. And verse 19. അത്രയും മതി. വെള്ളം കല്ലുകളെ തേയ്മാറാക്കുന്നു. As water wears away stones, and as torrents wash away the soil of the earth, so you destroy the hope of man. Praise the Lord. ഓർമ്മിച്ച് പറഞ്ഞാട്ടെ, വെള്ളം കല്ലുകളെ. As water wears away stones, വെള്ളം കല്ലുകളെ തേയ്മാറാക്കുന്നതും. And as torrents wash away the soil of the earth. ഹല്ലേലൂയ. Amen. സ്തോത്രം. Amen. പരിശുദ്ധാത്മാവാകുന്ന വെള്ളം. When the river that is Holy Spirit, നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. it is a river that transforms us. Praise the Lord. ഇപ്പോഴാണ് കറക്റ്റ് സൗണ്ട്. ഒന്നാമത്തെ തൊണ്ടയെല്ലാം പോയിരിക്കും. നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യരുത്. Praise the Lord.
വെള്ളം കല്ലുകളെ പെയ്മാറാക്കുന്നു. It is the water that wears away the stones. Praise the Lord. എന്ന് പറഞ്ഞാൽ In other ഷെയ്പ്പ് ആക്കുന്നു. It is shaping the stones. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചാലും എൻ്റെ അകമയുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. Paul once said, even if the external man is becoming weary and is being destroyed, the inner man is being renewed day after day. യോഹന്നാൻ സുവിശേഷം 7 വായിച്ച വേദഭാഗം, The passage we read in John chapter 7 വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. is about the Holy Spirit that can be received by those that believe. ആ നദി നമ്മൾ ഒഴുകിയാൽ If that river flows, രൂപാന്തരം സംഭവിക്കും. you will have a transformation. Praise the Lord. Amen. ഈ പ്രദേശങ്ങളിലൊക്കെ ധാരാളം ലേക്കുകളുണ്ട്. In this region there are plenty of lakes. വർഷങ്ങൾക്ക് മനുഷ്യനെ ഉണ്ടാക്കിയ ലേക്കുകളാണ്. The lakes that even men made many years ago. ഇതിന്റെ എല്ലാം വർഷങ്ങളായി കിടക്കുന്ന വലിയ പാറ പീസുകളുണ്ട്. And there are many large pieces of rocks that are sitting inside those water bodies. ഉണ്ടോ? Are there rocks? എത്ര വർഷം കിടക്കുക? How many years have they been there? പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ വലിയ റിവറിനെ സൈമോൻ ബ്രദർ കാണിച്ചു. റിവർ നദി ഒഴുകിക്കൊണ്ടിരിക്കുക. But Simon took me to the riverside. പക്ഷെ അതിനകത്ത് നല്ല ഉരുളം പാറകളുണ്ട്. But there are beautiful rocks in that place. എവിടുന്നോ ഒഴുകി വന്നതാ. They have flown from somewhere in the world. 10, 30, 40, 50, 70 ഒക്കെ വർഷങ്ങളായിട്ട് ഒഴുകിയതാ. After 20, 30, 50, 70 years they have been flowing. ഒരു വലിയ പാറയായിരുന്നു. And it was a big rock. ഹലോ, ഒഴുകാൻ തുടങ്ങിയപ്പോൾ But when it began to flow, ഒഴുകാൻ തുടങ്ങിയപ്പോൾ when it began to flow, ഒരു വലിയ പാറയായിരുന്നു. it was a big river. Praise the Lord. ഒഴുകാൻ തുടങ്ങിയപ്പോൾ വലിയ പാറയായിരുന്നു. When it was flowing, it used to be a big river. കാലങ്ങൾ കഴിഞ്ഞപ്പോഴോ But after time goes by, ഷേപ്പായി. it became a shaped rock. എവിടെ കിടക്കുന്ന പാറയാ? What kind of a rock and where was it? ഒഴുകുന്ന സ്ഥലത്ത്. It was in a place where the water was flowing. ഹലോ, Man. ഇവിടുത്തെ ലേക്ക് കിടക്കുന്ന പാറയോ? But what about the rocks that are sitting in the lake? Praise the Lord. Man. ചർച്ചിന് പേരുന്നത് ബെഥേൽ ചർച്ച്. എന്താ ചർച്ചാണ്? ബെഥേൽ, എബനേസർ, പിന്നെ എന്തെല്ലാം ഉണ്ട്? പിന്നെ ടാബർനാക്കിള്, പെനിയേല്, ഇതെല്ലാം ലേക്കുകളാണ്. Amen. Bethel Church, Ebenezer Church, IPC Church, Peniel Church. These are all nothing but lake bodies. IPC പറയല്ലേ? അയ്യോ, ഈ നദി this river, ഒഴുകിക്കൊണ്ടിരുന്നാൽ, if it is flowing, praise the Lord, ഒഴുകിക്കൊണ്ടിരുന്നാൽ, if it is flowing, ഷേപ്പാകും. you will be shaped. താങ്കൾ ലേക്കിൽ കിടക്കുന്ന വ്യക്തിയാണോ? Are you a person sitting in the bottom of a lake? ഒഴുകി കിടക്കുന്ന വ്യക്തിയാണോ? Or are you sitting in a water body that is flowing? Come on, hallelujah. Praise the Lord. Amen. നിങ്ങളിൽ പരിശുദ്ധാത്മ ഒഴുകുന്നുണ്ടോ? Is the Holy Spirit flowing within you? അതോ 50 കൊല്ലത്തിന് മുമ്പ് കിട്ടിയെന്ന് പറഞ്ഞിരിക്കുകയാണോ? Or are you sitting there saying I received it 50 years ago? ഇപ്പോഴും പഴയ രീതിയാണോ? Are you still as you were in the past? ലേക്കിൽ കിടക്കുന്നതാണെങ്കിൽ കൂർത്തുമോർത്തിരിക്കുക. If it is sitting in the lake, it is angry and bitter and has a funny face. അടുത്തൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. And you cannot even approach. പോറിച്ചു വിടും. It will cut you. രണ്ട് കിട്ടിയിട്ടേ പോകത്തുള്ളൂ. പറയൂ, രണ്ട് കിട്ടിയിട്ടേ പോകൂ, രണ്ടെണ്ണം കിട്ടിയിട്ടേ പോകൂ. You will be hurt by it. You will be മുറിയും stabbed by മുറിയും മുറിയും. You will have wounds. ഉരസി മുറിയും. You will have the friction wound. Praise the Lord. Amen. ഈ ദാവീദ് തോട്ടിലേക്ക് ഇറങ്ങി. David went into the river. അന്ന് വിസർജിക്കുന്ന സമയത്ത് 5 കല്ല്. There were 5 stones there. അതോ ഇടയ സഞ്ചി ഇട്ടു. And he put it in his bag. 17 അടി പൊക്കമുള്ള ഗോലിയാട്ട് നേരെ ഓടി. He went against Goliath, who was 17 feet tall. ഓടിയപ്പോ ഈ കല്ലെല്ലാം ചോർന്നു പോയോ? Did these stones wear away when he ran? ചോരാഞ്ഞ എന്താ? What is the reason that they did not wear away? മൂർത്ത കല്ലല്ലായിരുന്നു. Because they were not sharp stones. മൂർത്ത കല്ലായിരുന്നെങ്കിൽ, if they were sharp pointy stones, സഞ്ചി കീറി പോയേനെ. then they would have frictioned against each other. ഷേപ്പ് ആയതുകൊണ്ട്, But because they were shaped നല്ല stones, ഉള്ളം പാറയായതുകൊണ്ട്, because they were smooth stones, ആമേൻ, amen, ശത്രുവിന് നേരെ വീശാനിടയായി he തീർന്നു. was able to toss it against the enemy. യേശുവിന്റെ നാമത്തില് Hallelujah, in the name of Jesus. വർഷങ്ങളായി നദിക്കകത്ത് ഒഴുകുകയാ. It was flowing in the river for നിന്നെ years. പൊക്കിയെടുക്കും. He will lift you out. നിന്നെ പൊക്കിയെടുക്കും. Oh, he will lift you നിന്നെ out. പൊക്കിയെടുക്കും. He will lift you out. നിന്നെ പൊക്കിയെടുക്കും. He will lift you നിന്നെ out. വിലയുള്ളതാക്കി മാറ്റും. He will make you valuable. ഹല്ലേലൂയ. Hallelujah.
നീ ഷേപ്പുള്ള വ്യക്തിയാണെങ്കിൽ if you are a shaped individual, ലോകത്തിൽ നിനക്ക് മാന്യത ഉണ്ടാകും. there will be value and honor for you in this നീ world. മുറിച്ചോണ്ടിരിക്കുന്ന ആളാണെങ്കിൽ But if you are somebody that cuts people, നിനക്ക് വില കുറവാ. you have less value. അതുപോലെ ഫൗണ്ടേഷൻ മേസ്മെന്റിനെ ഉള്ളാവൂ. And you can only be put into a foundation mess. പലരുടെ മേശപ്പുറത്ത് വെക്കണമെങ്കിൽ But if you want to be placed on the table, നമ്മൾ രാവിലെ സ്നാനത്തിന് ഡോക്ടറെ വീട്ടിൽ പോയി. we went to doctor's home for baptism this morning. നല്ല സ്വിമ്മിംഗ് പൂള്. It was a nice swimming pool. ഒത്തിരി പേര് സ്നാനപ്പെടട്ടെ. Amen. May many more be baptized. പക്ഷെ അവിടെ ഉരുളംപാറ വെച്ചിരിക്കുക. And did you notice that they were all smooth stones around അത് the pool? കണ്ടപ്പോഴാണ് എനിക്ക് പ്രസംഗം വന്നേ. Amen. When I saw that, I got this message. പ്രൈസിലെ ഉരുളംപാറകള്. I saw these smooth stones. നല്ല വില കൊടുത്ത് മേടിച്ചതാ. You have paid good money for that. മൂർത്തയാണെങ്കിൽ അയലത്തോട് അടുപ്പിക്കത്തില്ല. But if you had sharp stones, you cannot put it in that place. ഒരു കൂട്ടം കിട്ടത്തില്ല. You cannot have anything there. ആരും മിണ്ടത്തോലുമില്ല. Nobody will talk to you. മുറിക്കുന്ന ആളാണോ? Because are you a person that hurts others? ഉരുളംപാറയാണോ? Or are you a smooth stone? ഭയങ്കര വീർത്തതായിരുന്നു. Amen. It used to be a big one. ഞാൻ ഓർത്തഡോക്സ്. I am Orthodox. ഇത് I am this and that. ഞാൻ പെന്തക്കോസ്ത്. I am Pentecostal. വീർത്ത കല്ലായിരുന്നു. I am huge. വലിയ കല്ല്. I am a big stone. ഭയങ്കര തലക്കനം. I have a great big I have a big head. ആരോടും മിണ്ടത്തില്ല. I don't talk to anybody. കൈ കൊടുക്കത്തില്ല. I don't shake my hands. അനങ്ങാപ്പാറയാ. I don't want to even move. പക്ഷെ വെള്ളത്തിൽ വീണപ്പോ, But when it fell into the water, ഉരുള് പൊട്ടി വന്നപ്പോ, when it started to roll down, when that river was flowing over and over and over again, എവിടേക്ക് കൊണ്ട് ഇടിച്ചു. and sometimes he puts you and dashes you against other rocks, പലയിടത്ത് ഇടിച്ചു. and he put you to be a beating. ആ ടീം ലീഡർ തെറി പറഞ്ഞു. Amen. He put you through a beating. ടീം ലീഡർ പറഞ്ഞു രണ്ടെണ്ണം. നീ ടീം ലീഡർ ആയിരിക്കും, പക്ഷെ നാവിലെ ആവശ്യമില്ലാത്ത വർത്തമാനം പറയരുത്. Amen. You may be a team leader, but be careful about what അവ you say. പൊട്ടിക്കരഞ്ഞു. And you cried. ഹലോ. Amen. ഉരുണ്ടു. You were rolling and rolling and rolling. ഓ എന്തല്ല എവിടെല്ലാം മുട്ടി. Look at all the places that you were dashed against. രണ്ടെണ്ണം പറഞ്ഞു. The head nurse said this about me. മേട്രൻ പറഞ്ഞു, ടീച്ചർ പറഞ്ഞു. Matron said this, the teacher said this. ഭർത്താവ് പറഞ്ഞു, ഭാര്യ പറഞ്ഞു. My husband said this, my wife said അപ്പം this. പറഞ്ഞു, അമ്മായിമ്മ പറഞ്ഞു. Father said this, mother-in-law said this. എവിടെല്ലാം ഉരസി വന്നതാ. Look at all the places that God put you through. ഞങ്ങളെ പോലെ ഉപദേശിമാര് വെട്ടി കുത്തി. And preachers like us came and cut you down to size. ഇങ്ങനെ ഇടിച്ചിടിച്ച് വന്നു. And you rolled and you were dashed against other things and you came ഇതിലേക്ക് forward. രോഗം, പ്രയാസം, കഷ്ടം, നഷ്ടം, All the troubles, suffering, losses and pain. സ്വന്തകാഴ്ചയ്ക്ക് പോലും കാശില്ലാത്ത കാലം. No money even for tithes and offering. കാറില്ല, വീടില്ല. No car, no house. ഇങ്ങനെ ഉരസി ഒഴുകി. And after flowing and being rubbed up ഈ against other things. കാലത്തെല്ലാം നിനക്കൊരു നദി ഉണ്ടായിരുന്നു. But all these seasons of life, there was a river that was flowing for you. വിട്ടുമാറാത്തൊരു നദി. A river that did not forsake. നീ പൊട്ടിക്കരഞ്ഞപ്പോഴും, even when you were heartbroken and crying, നിന്നെ ഒറ്റപ്പെടുത്തിയപ്പോഴും, even when you were under criticism, നിന്നെ മാറ്റി നിർത്തിയപ്പോഴും, even when they set you നിന്നെ aside, പരിഹസിച്ചപ്പോഴും, even when they criticized you, നിന്നെ ഷേപ്പ് ആക്കുകയായിരുന്നു. God was shaping you. നിന്നെ ഷേപ്പ് ആക്കുകയായിരുന്നു. God was shaping you. നിന്റെ കോപം, Your anger, നിന്റെ പക, your hatred, നിന്റെ വൈരാഗ്യം, all your pride. ആമേൻ, Amen. ഷേപ്പ് ആകുകയായിരുന്നു. He was shaping us. Man. Hallelujah. നിഗളം. Pride. ഞാൻ പട്ടാമരം ചെന്നൈയിൽ ഒരു കാത്തിരിപ്പിയോഗത്തെ 94 പോയി. In 1994, I went to a Terry meeting in അപ്പോൾ Chennai. എറണാകുളത്ത് ഡിസ്ട്രിക്ട് പാസ്റ്റർ There was a സണ്ണി അലക്സാണ്ടർ. There was a pastor there named Pastor Sunny Alexander. ഞങ്ങളെ കണ്ട ഒരുപോലെ ഇരിക്കും. If you look at us, we'll be like twins. ഇദ്ദേഹം റിബേക്ക കുവൈറ്റ് ഇരുന്ന പ്രിൻസിപ്പൽ. Rebecca might know him. ഇദ്ദേഹം 94 യോഗത്തിൽ വിളിച്ചിരിക്കുക എന്നെ. He had invited me into a 1994 for that meeting. പട്ടായപുരം ഐ പി ചർച്ച് വലിയ ആത്മപകർച്ച ഉണ്ടായി. There was a great outpouring of the Holy Spirit there. പിന്നെ അത് സന്തോഷം കൊണ്ട് ചെന്നൈയിൽ സ്റ്റേഷനിലേക്ക് കൊണ്ട് ലോക്കൽ ട്രെയിൻ വരിക. In that joy, I took a local train and went to Chennai. അപ്പോൾ ഞാൻ പറഞ്ഞു, ചോയ ഇത്രയും പേരൊക്കെ ആത്മാവ് പ്രാപിച്ചു, അഭിഷേകം പ്രാപിച്ചില്ല അച്ഛാ. I said to that pastor, look at all the people that were filled with the Holy Spirit. ഇത്രയും പേര് സ്നാനത്തിന് സമർപ്പിച്ചല്ലോ. So many people surrendered for baptism. ഇത്രയും പേര് സുവിശേഷത്തിലേക്ക് So സമർപ്പിച്ചല്ലോ. many people surrendered for the ministry of the ഒരു gospel. കാര്യം ചെയ്യണം. You need to do one thing. എൻ്റെ കൂടെ പേര് ഗുഡ് ന്യൂസ് വെച്ച്
keeping my name, ഒരു വാർത്ത ഉണ്ടാക്കണം, you need to create a letter. ഗുഡ് ന്യൂസിന് മാഗസിന് കൊടുക്കണം. Give it to the Good News magazine. എൻ്റെ പേര് ആദ്യം കൊടുക്കാൻ പറഞ്ഞു. I said to him, give my name first. ഈ പാസ്റ്റർ ചാടിയും എഴുന്നേറ്റു. This pastor rose up and stood in front of me. ട്രെയിനിൽ ഞങ്ങൾ യാത്ര ചെയ്യാം. We are traveling on the train. Brother. സിസ്റ്റർ അല്ല, ബ്രദറെ. കണ്ണുവിട്ടാൻ തുടങ്ങി. He said, don't do this. ഇനി മേലെ താങ്കൾ വർത്തമാനം പറയുന്നു. He said, don't speak anything more than this. നിങ്ങളോട് ദൈവമാണ് ചെയ്തത്. It was God who did it through you. താങ്കളൊന്നും ചെയ്തില്ലടോ. Did you do anything by yourself? ഞാൻ യൂറിൻ പാസ് ചെയ്തില്ലെന്നേ ഉള്ളൂ. അതുപോലെ തകർത്തു. That man really cut me down to size. ഒളിച്ചോടാൻ പറ്റും, എവിടെ പോകാൻ പറ്റും? 3/4 മണിക്കൂർ യാത്ര ഞാൻ ഇരുത്തി. For half an hour, pastor had to hold his bladder. അയ്യോ, ഞാൻ അനേക സ്ഥലങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. I have traveled through many places. അവിടെ എല്ലാം ആത്മപകർച്ച ഉണ്ടാവും. I have seen the pouring out of the Holy Spirit. ഞാൻ ഒരു വേദിയിലും പറയത്തില്ല, രഹസ്യമായിട്ട് എൻ്റെ ഭാര്യയോട് ഞാൻ പറയും ഇത്രയും സംഭവിച്ചിട്ടുണ്ടോ. I don't speak about it anywhere else, not even to എൻ്റെ my wife. അഹങ്കാരത്തിൻ്റെ, എൻ്റെ ഉന്നത ഭാവത്തിൻ്റെ കൊമ്പ് അതാ കൊമ്പ് അടിച്ച് തകർത്ത ദേഹം. The Lord broke down the horn of my pride and my ego at that moment. നീതിമാന്റെ ശാസന തലയ്ക്ക്. The chastening of a righteous man is like oil on his head. ഇത് അമേരിക്ക കേട്ടോ, ഇവിടെ ഒന്നും പറയരുത് കേട്ടോ. This is America. We are not allowed to say these things. പറയേണ്ടത് ഈ പറഞ്ഞാൽ കേൾക്കാം. But you must say this if it is being said by the right people. എന്നാ പറയേണ്ടത് പറയുകയും വേണം. But you have to speak what needs to be spoken. സമാചാരം ഉണ്ടോ ഇല്ല, വേറെ കാര്യമൊന്നും. ദൈവം തന്നെ പറയണം. Amen. Whether you have the leadership to be in charge of a church or not, say what you need to say. God is shaping us. ഹലോ, ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. Look at me. തിരിഞ്ഞു നോക്കിക്കേ. Look at me. എങ്ങനായിരുന്നു? Look at how you used to be. ഏതെല്ലാം നിലയിൽ. Look at all the situations. നമുക്ക് തന്നെ ഇഷ്ടമല്ലാത്ത പല സ്വഭാവങ്ങൾ. Even characteristics that even we don't like about ourselves. പരിശുദ്ധാത്മ ഒഴുകിയാൽ മാത്രമേ ഇത് മാറ്റം വരുത്തുള്ളൂ. Only if the Holy Spirit is flowing can you see a change within you. Amen. Amen. പെട്ടെന്ന് നമ്മളുള്ള കല്ലിന്റെ മുനകളൊന്ന് വായിക്കാം, പെട്ടെന്ന് വായിക്കാം. Let's read a few more verses about this. അതിനു മുമ്പ് ഒരു വാക്യം കൂടെ വായിക്കാം. യെശയ്യാ പ്രവചനം 50-ന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചേ. ചാപ്റ്റർ 50 verse 2. ഞാൻ വന്നപ്പോൾ ആരുമില്ലാതിരിപ്പാനും ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറയാതിരിപ്പാനും സംഗതി എന്ത്? വീണ്ടെടുപ്പാൻ കഴിയാതവണ്ണം എൻ്റെ കൈ വാസ്തവമായി പോകുന്നുവോ? കൈ വാസ്തവമായി കുറുകിപ്പോകുന്നുവോ? അല്ല, വിടുവിപ്പാൻ എനിക്ക് ശക്തിയില്ലയോ? ഇതാ എൻ്റെ ശാസനം കൊണ്ട് ഞാൻ സമുദ്രത്തെ വറ്റിച്ചു കളയുന്നു, നദികളെ മരുഭൂമികളാക്കുന്നു. വെള്ളം ഇല്ലായകയാൽ അവയിലെ മത്സ്യം ദാഹം കൊണ്ട് ചത്തുമാറുന്നു. Why when I came was there no man? Why when I called was there no one to answer? Is my hand shortened at all that it cannot redeem? Or have I no power to deliver? Indeed with my rebuke I dry up the sea. I make the rivers of wilderness their fish stink because there is no water and die of thirst. Praise the Lord. Amen. നമ്മുടെ സഭയ്ക്കകത്ത്, ഈ ചർച്ചിന്റെ അകത്ത്, ബേഥേൽ ചർച്ചിന്റെ അകത്ത് ആത്മീയത തന്നതിനായി സ്തോത്രം പറയണം. I praise God that he has given you the Spirit's river in our church. ഈ കുഞ്ഞുങ്ങളും എല്ലാം കണ്ടു വളരുക. Amen. The children are even witnessing to this. വന്ന് പെട്ടെന്ന് നല്ല ചർച്ചില്ല. Amen. We have come to a good church, Brother Lalu. ഇതിനകത്തുള്ള ആത്മസാന്നിധ്യത്തിനായി സ്തോത്രം I പറയുക. praise God for the presence of the Holy Spirit. Praise the Lord. Amen. Praise the Lord. ഞങ്ങൾ എടുക്കണം കേട്ടോ. Amen. Praise the Lord. അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കേ, പരിശുദ്ധാത്മാവിന്റെ കവിഞ്ഞൊഴുക്ക്. This flow of the Holy Spirit, എവിടെ ഒഴുകിയിട്ടുണ്ടോ, wherever that flow is അവിടെ present, വലിയ വ്യത്യാസമുണ്ട്. there we will see a great difference. ആത്മനദി ഇല്ലെങ്കിൽ, if the Spirit's river is not present, ചത്തുനാറും. you will stink and die. ഓർക്ക പറ, ചത്തുനാറും. You will die and stink. You will die and stink. ഭാര്യ നാറും ഭർത്താവും നാറും. Both wife and husband both will stink. ഈ രാജ്യത്തൊന്ന് ചത്തുനാറാനല്ല. We did not come here to die and stink. Amen. Amen. ചർച്ചുമായി ബന്ധപ്പെട്ട് നിൽക്കണം. We must stand in connection with the church. കുഞ്ഞുങ്ങളെ ആരെയും ഒളിപ്പിച്ചു വെക്കരുത്. Do not hide your children. ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിർത്തണം. Make them connected to the church. ഒരുത്തൻ കൊണ്ട് വെള്ളം തന്നില്ലേ? Amen. The little boy brought me water. ഒരു ശുശ്രൂഷയാ. That is a ministry. ഇത് പേരെന്തോ പയ്യന്റെ? What else can you? ഡാനിയലിക്ക് വെള്ളം തന്നു, വരുമ്പോഴെല്ലാം വെള്ളം തരുവാ. Amen. From the time I came, he's been giving me water. അവനെ കൈവച്ച് അനുഗ്രഹിക്കുന്നത്. Amen. I need to lay hands on him and bless him. Praise the Lord. Amen. അവൻ അറിയാൻ കാര്യം വെള്ളം കൊടുത്താൽ കിട്ടുമെന്ന്.
Amen. He knows if I give you water, you'll pray for me. Amen. അങ്ങോട്ട് ചില പിള്ളേർ മിണ്ടത്തില്ലെന്ന്. Some children don't even talk. നല്ല കൊച്ചായിരിക്കും. It may be a good അവൻ child. നമ്മോട് സഹകരിക്കുന്ന ആഗ്രഹമായിരിക്കും. He may have the desire to help. നിങ്ങളെ ഞാൻ ആക്ഷേപിച്ച് പറയല്ല. I'm not speaking ill of ഞാൻ you. വയനാട്ടിൽ ഒരിക്കൽ പോയപ്പോഴേ When I went to Wayanad ഞങ്ങൾ once, ഞങ്ങൾക്ക് മിനിസ്ട്രിയോട് വയനാട്ടിൽ പോകാൻ. we had a ministry. I used to go ഇപ്പൊ there. അങ്ങനെ ആദിവാസി കൊള്ളി പോകാൻ ബുദ്ധിമുട്ടാണ്. It's very difficult to go to the primitive ഞങ്ങളൊരു people. 8 കിലോമീറ്റർ ഉൾവനത്തിൽ ചെന്നു. You have to go 8 kilometers within the city. ആദിവാസി പിള്ളേർക്ക് ബിസ്ക്കറ്റും കൊണ്ടുപോയേ. We took biscuits for the children of the കുറെ primitive സാധനങ്ങൾ people. കൊണ്ട് ചെന്നപ്പോൾ ഈ പിള്ളേർ വീട്ടിൽ വെളി വരുത്തില്ല. Even when we had the biscuits, the children wouldn't even come outside. ഞങ്ങളെ കണ്ടപ്പോഴേ ഓടുക അവര്. As soon as they saw us, they ran away. മനസ്സിലായോ? Do you understand? അപ്പോൾ പട്ടണത്തിലുള്ള പിള്ളേരോ? What about the children in the city? എന്താ വാസങ്ങളെ? Hi, Pastor. വനത്തിൽ ഇരിക്കുന്നവൻ അവിടെ ഇരിക്കും. Those who are in the forest will remain in the forest. ഇത്രയൊക്കെ പറയുന്നല്ലോ, നന്നായി പറയുന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. വല്ല മനസ്സിലായോ? നമ്മുടെ ഭവനം വനമാക്കി വെക്കരുത്. Don't make your home into a forest. കുഞ്ഞുങ്ങളെ എപ്പോഴും എവിടെ ചർച്ചുമായി ബന്ധപ്പെട്ട് നിർത്തുക. Your children should be connected to the church. ഒരുത്തനെ സ്റ്റാൻഡ് എടുപ്പിക്കാൻ വെക്കണം. Tell them to hold the stand and place it. അവിടെ 2-3 ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലേ? 2 or 3 people are continually typing. ഇതെല്ലാം ഓരോ സകുലാസ് ഭാഷ ഇത് ഞാൻ പറയും, ഇതെല്ലാം ഏൽപ്പിച്ചേക്കണം. Amen. Pastor Achilles, give them all these delegations. ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിന്നാൽ If you're standing in connection with the ഓരോ church, ഡ്യൂട്ടിയാണ് കൊടുത്തേക്കണം. you have to give them one duty. നമ്മുടെ വീഡിയോ എടുക്കുന്ന അച്ഛനെ കണ്ടില്ലേ? You saw our videographer. നല്ലൊരു മനുഷ്യനാണ്. He's a good man. പ്രൈസ് കണ്ടാൽ തന്നെ അറിയാം. You can tell by looking at him, he's a good man. പ്രൈസ് ദി ലോർഡ്. Amen. പ്രിയരേ, ഇതെല്ലാം ഓരോരുത്തർ ഏൽപ്പിച്ചിരിക്കുക. God has given each person this ഇതെല്ലാം കൂടെ അകുലാസ് responsibility. ഭാഷയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. Pastor Achilles cannot do all of these ചെയ്തു things. പോയാൽ പൊളിയും. If he tries to do it, everything will fall ഓരോരുത്തർ apart. ഏൽപ്പിച്ചേക്കണം. We have to give and delegate to each person. സഭ ഒരു ഭവനമായിരിക്കട്ടെ. The church must become like a home. സഭ ഒരു ഭവനമായിരിക്കട്ടെ. Let the church become like a home. അവിടെയാണ് തലമുറ അനുഗ്രഹിക്കപ്പെടുന്നത്. This is where the children are blessed. ദൈവമഹത്വത്തിനായി സ്തോത്രം I പറയുക. praise God for the glory. ഹല്ലേലൂയ. Hallelujah. വെള്ളമില്ലെങ്കിൽ ചത്തു നാറും. If there is no water, you will die and stink. കുടുംബ പ്രാർത്ഥന ഉണ്ടാകണം. There has to be family prayer. അവിടെ ആത്മാവിൽ ആരാധിക്കണം. You have to worship in the spirit. സഭയിൽ വരുമ്പോൾ ആത്മാവിൽ ആരാധിക്കണം. When you come to church, you have to worship in the പരിശുദ്ധാത്മ spirit. ഒഴുകിക്കൊണ്ടിരിക്കട്ടെ. The Holy Spirit must continually flow. നിങ്ങൾ പറ, വെള്ളത്തിൽ ഒഴുക്കുള്ള നടി കിടക്കുന്ന മത്സ്യത്തിനാണോ കണ്ണിന് നിറവുള്ളതും തിളക്കമുള്ളതും, അതോ ഒരു ലേക്ക് കിടക്കുന്നതിനാണോ? You tell me, will it be the fish that is swimming within the sea that has clarity and vision, or is it the fish that is sitting in the bottom of a lake? എവിടാ? Where? ജോർജ് ഭാഷ പറഞ്ഞേ, അറിയാലോ അല്ലേ? ഒഴുക്കുള്ള പാട്ടില്ലേ? It is only in running water that you can see this. എന്നിൽ ആത്മാവുണ്ട്. The Holy Spirit is in me. സ്തോത്രം പറയപ്പില്ല, കൈ ഓടിക്കപ്പില്ല. But I'm not saying stotram or clapping my hands. ഒരു ചിക്കൻ കഴിക്കാൻ മാത്രമേ വാ തുറക്കത്തുള്ളൂ. I only open my mouth to eat chicken. ആത്മാവുണ്ട്. But the Holy Spirit is ഇത് within me. ഒഴുകണം നിനക്ക്. But this has to flow through you. Come on. ഇത് വരമായി ഫലമായി ഒഴുകണം. It has to flow out of you as gifts and fruit. Hallelujah. ഒരു ഭാഗം ഫലവും ഒരു ഭാഗം വരവും. On one side gifts, on the other side fruit. അല്ല, അന്യഭാഷ മാത്രമല്ല. Amen. Not just tongues. ഫലവും ഉണ്ടാകണം. You have to have the fruit. ഉണ്ടെങ്കിൽ, If it is there, ഈ ഒഴുക്കുണ്ടെങ്കിൽ, if the flow is ചത്തു there, നാറപ്പില്ല. you will not die and stink. Hallelujah. Amen. ചത്തു നാറാതിരിക്കണമെങ്കിൽ, If you don't want to die and stink, ആത്മ ഒഴുകട്ടെ. let the water flow. നല്ല കണ്ണിന് തെളിച്ചമുണ്ടാകും. Then you will have light in your eyes. നല്ല മത്സ്യം. Praise the Lord. These are good fishes. മത്സ്യം പറയുമ്പോൾ നമ്മുടെ ബ്രദറിന്റെ വൈഫ് പേരങ്ങ് വിട്ടുപോയി, സുമയാൻ്റെ. എന്നാ നല്ല When I talk about fish, I think about Sumandi's fish curry. ആരും പോലെ അവിടെ നിന്ന്. Nobody go to their house today. ഞാൻ പോയിട്ട് പോയാൽ മതി. Amen. Go after I'm done eating. ഈ മത്സ്യം വെള്ളത്തിൽ കിടക്കുന്ന ഒഴുക്കുള്ളതിനൊക്കെ ഡിമാൻഡ് ഉള്ളത്. Amen. The fish that is flowing in a running water has a high demand. ദൈവത്തിലെ ആത്മനദിക്ക് അത് ഒഴുകണം. Amen. People of God, we must swim in the river of the Holy കണ്ണിന് Spirit. തെളിച്ചമുണ്ടാകും. You will have clarity in your eyes. കാഴ്ചപ്പാടുണ്ടാകും. You will have a great vision. ഹല്ലേലൂയ. Amen. അല്ല, ചത്ത കണ്ണുകൊണ്ട് നടക്കരുത്. Don't walk with dead eyes. കാഴ്ചപ്പാട്. You have to have vision. ലോകത്തിൽ എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നു, What is going to happen in the world? നിന്നെ ഗ്രഹിപ്പിക്കുന്ന അഭിഷേകം, This Holy Spirit that gives you the understanding. ലോകത്തിൽ നടക്കാൻ പോകുന്ന മാറ്റങ്ങള്, What kind of changes will happen in the world? കാണാൻ കഴിയുന്ന ഒരു കണ്ണുണ്ടാകട്ടെ. Those that have eyes, let them see. നിന്റെ കുഞ്ഞിന്റെ ചലനം,
the movement of your നിന്റെ children, കുടുംബത്തിന്റെ ചലനങ്ങളെ, the movements of your നിന്റെ family, ശുശ്രൂഷയുടെ ആവശ്യങ്ങളെ. the needs of your ministry. ആമേൻ. നീ ഡോക്ടറാകാം, എഞ്ചിനീയർ ആകാം, Whatever you become, doctor or പക്ഷേ engineer. മറ്റാർക്കും വെളിപ്പെടാത്ത നിനക്ക് വെളിപ്പെടും. But what is not clear to other people will be revealed unto you. ആത്മാവിന്റെ ഒഴുക്കുണ്ടെങ്കിൽ. When the flow of the Spirit is present. നമ്മുടെ ജോർജ് പാസ്റ്റർ നല്ല ബൈബിൾ ക്ലാസ് എടുത്തു. George Pastor teaches Bible class very well. Praise the Lord. Hallelujah. ആമേൻ. ദൈവദാസന്മാർക്ക് കൊടുത്ത അഭിഷേകത്തിനായി സ്തോത്രം I പറയുകയാണ്. praise God for the anointing of the man of God. ജോൺ കുരിശുള്ള പാസ്റ്റർക്ക് പാട്ട് പാടാൻ കൃപ കൊടുത്തു. Kurushvila pastor has the anointing to write പാടുകയല്ല, songs. എഴുതും. He is writing songs. ഇത് ആത്മാവുള്ളത് കൊണ്ടാ. That's because the Spirit is ഒഴുകട്ടെ present. നദി ഒഴുകട്ടെ. Let the flowing river flow. Praise the Lord. Yes. ഇനി നമ്മുടെ ഗലാത്യന് കല്ലൂടെ പറഞ്ഞ എന്താണ് മൂർത്ത് ഒടിയ നമ്മൾ തേഞ്ഞു മാറേണ്ടത്? ഗലാത്യ ലേഖനം 5:18 മുതൽ. One more verse, Galatians chapter 5 verse 18 onwards. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ വെളിവാകും. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ആത്മാവിന്റെ ഫലമോ അത്ര മതി. ഗലാത്യ ലേഖനം, ഗലാത്യ ചാപ്റ്റർ 5 വേഴ്സ് 16 അല്ലെങ്കിൽ 18 വേഴ്സ് വായിച്ചാട്ടെ. But if you are led by the Spirit, you are not under the law. Now the works of the flesh are evident, which are adultery, fornication, uncleanness, lewdness, idolatry, sorcery, hatred, contentions, jealousies, outbursts of wrath, selfish ambitions, dissensions, heresies, envy, murders, drunkenness, revelries, and the like. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. If you are walking in obedience to the Holy Spirit, ആത്മാവിനെ അനുസരിക്കുക. if you are obeying the Holy Spirit, ആത്മാവിനോടൊപ്പം നടക്കുക. and if you are walking with the Holy Spirit, ഹലോ, പരിശുദ്ധാത്മ പ്രാപിച്ചവരെ നോക്കിക്കേ. those that have received the Holy Spirit, look at me. എന്തിനാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത്? Why did we receive the Holy Spirit? ആത്മാവിനൊപ്പം നടക്കാൻ. It is to walk in the Spirit. നല്ലൊരു സഖിയാണ്. Amen. This is a good doctrine. ആത്മാവ് ഓർപ്പിക്കും. He is a good companion. He ആത്മാവ് reminds you. പഠിപ്പിക്കും. He teaches you. അരുതെന്ന് പറയും. He will teach you. അത് അനുസരിച്ചാലേ അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ. But only if you obey will you have the blessing. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. You must walk in accordance with the Holy Spirit. എന്നാൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലല്ല. In that case, you are not under the law. നമ്പർ ജഡത്തിന്റെ പ്രവൃത്തികളോ. But the works of the flesh are. ശ്രദ്ധിക്കണേ, നമ്മുടെ കല്ല് കണ്ടോ? നമ്മുടെ കല്ലിലെ മൂർച്ച പറയുകയാണ്. Look at all the sharp stones of our body. ദുർനടപ്പ്. Adultery. ഈ ദുർനടപ്പിന്റെ ആ മോനെല്ലാം ഒടിയണം. All the sharpness of misbehaviors ഇവിടേക്ക് should be broken. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം പിന്മാറ്റക്കാരാണുള്ള ചിന്തയെ പറയല്ല. I'm not telling you that you are all backsliders. 99 മരുഭൂമിയിൽ ഇട്ടിട്ട് ഒന്നിനെ തേടി വേണ്ടി ആത്മാവിടെ ഉണ്ട്. But there is the spirit of the one that went in search of the one that was lost, leaving the 99 is present here today. എനിക്ക് നിങ്ങളെ മറയ്ക്കാം, നിങ്ങൾക്ക് എന്നെ മറയ്ക്കാം. You can hide me and I can hide you. ആർക്കാരെ വേണമെങ്കിലും മറയ്ക്കാം. Any one of us can cover for each other. എന്നിൽ പാപമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ഒന്നാമത്തെ കള്ളനാ. But if I tell you that I have no sin in me, then I am the first and foremost liar. നമ്മുടെ ആത്മാവ് മാത്രമേ വീണ്ടെടുത്തിട്ടുള്ളൂ. Only our spirit has been redeemed. നമ്മുടെ ബോഡി രൂപാന്തരം പ്രാപിച്ചിട്ടില്ല. Our body has not been transformed yet. കാഹളം മുഴങ്ങുമ്പോൾ When the trumpet blows, അത് പൂർത്തീകരിക്കപ്പെടും. that will be complete. അതുവരെ നദിയിൽ ഒഴുകിക്കിടക്കണം. Until then, you have to roll in the flowing river of the Spirit. ആമേൻ. Amen. ഷേപ്പ് ആയിക്കൊണ്ടേയിരിക്കണം. You have to be shaped every day. അടുത്ത ദുർനടപ്പ് എന്ന് പറഞ്ഞാൽ When we talk about misbehaviors, വചനവിരുദ്ധമായ നടപ്പ്. these are behaviors that are against God. ദുർനടപ്പുകാരനെ Behaviors that are against God. വ്യഭിചാരിയെ ന്യായം വിധിക്കും. The Lord says He will judge those that are in adultery and fornication. സ്ത്രീയെ നോക്കുന്നവന് ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്യുന്നു വചനം പഠിപ്പിക്കുന്നു. The Bible says നോട്ടവും പാവമല്ല. not every look is sinful, നോക്കേണ്ടതുപോലെ നോക്കാവൂ. but you must only look at somebody as you must look at them. കണ്ണിനോടൊരു നിയമം ചെയ്യണം. You have to make a covenant with your eyes. ശുദ്ധീകരണം പ്രാപിക്കണം. You have to receive holiness. സ്ത്രീകളെ മാത്രമല്ല, പലതും കൺമോഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. Not just with women, you can have lust of the eyes with many things. മോഹം ഗർഭം ധരിച്ച് പാവത്തെ പ്രസവിക്കുന്നു.
after we are giving birth to sin, അതിനെ മരിപ്പിക്കണം. and now we must put it to അത് death, ഈ ആത്മനദിയിൽ ഒഴുകണം. and we must flow in the spirit. ആമേൻ, Amen. ആമേൻ. Amen. ഇതിന്റെ അകത്ത് വന്ന ഓരോ ഷേപ്പിൽ വന്നവരാ, പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതെല്ലാം തേഞ്ഞ് മാറണം. We all came in various shapes, but as time goes by, each of us need to be shaped with the friction of the water. നേരോടെ നടക്കുന്നവർക്ക് നന്മയും മുടങ്ങത്തില്ല. No good thing will be lacking in the lives of those that walk uprightly. നേരുള്ളവർക്ക് ഇരുട്ടി വിളിച്ചോദിക്കാൻ പോവാ. No, the upright people will walk in the flow. Praise the Lord. Amen. ദൂർനടപ്പ് അടുത്തതാണ് ദുഷ്കാമം അല്ലേ? What is the next thing? That is fornication അശുദ്ധി. or uncleanness. വാടയെടുപ്പിക്കും തോന്നുന്ന മനസാക്ഷി പറയും വാടയെടുക്കുക പറയുക. One more time. മനസാക്ഷി പറയുന്നു വാടയെടുക്കുമെന്ന്. The consciousness is saying that there is a foul smell, അത് വിട്ടോടിക്കണം. and that needs to go away from you. ശിംശോൻ പാപം ചെയ്യാനായിട്ട് സാത്താൻ പ്രേരിപ്പിച്ചു. Samson was inspired by the enemy to commit sin. ദലീല എന്ന വേശ്യാപ്പെണ്ണ് ചോദിച്ചു, നിന്റെ മഹാശക്തി എന്തിലാണ്? And Delilah, who was a harlot, asked Samson, where is your great strength? സ്നാനപ്പെട്ടവരും ആത്മസ്ഥാനം പ്രാപിച്ചവരോടും പ്രത്യേകം പറയാം, Let me talk to those that are baptized and received the Holy Spirit. പ്രാർത്ഥനയിൽ മുന്നേറിക്കണം. You have to move forward in prayer. വചനധ്യാനത്തിൽ മുന്നേറണം. You have to move forward in your പല meditation of the word. പ്രലോഭനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. There will be many hindrances in your life. യേശു സ്നാനപ്പെട്ട ശേഷം മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. After Jesus was baptized, he was led into the wilderness. സാത്താനാൽ He പരീക്ഷിക്കപ്പെട്ടു. was tested by Satan, ആത്മശക്തിയാൽ ജയിച്ചു. but he overcame it by the power of the Spirit. Amen. Amen. ഹലോ, സ്നാനപ്പെട്ട കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ടോർത്തോളം പരീക്ഷ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. Those of you that are baptized children, listen to me. There will be tests in your life, തോറ്റുപോകരുത്. but don't be defeated. പഴയ ഗെയിം കളി, There will be games, പഴയ കാർട്ടൂണ് cartoons. ഇതെല്ലാം മാറ്റിക്കോണം. Remove all these old habits. സാത്താൻ പറയും, കണ്ടോളാൻ പറയും. Satan will tell you, keep watching. ഏകാഗ്രത കളയരുത്. Don't lose what you have received. ആമേൻ. Amen. ശിംശോൻ വിട്ടുപോയി മാറിയില്ല. Samson walked away from it. ദലീല ചോദിച്ചു, നിന്നെ എങ്ങനെ ബന്ധിക്കാം? Now Samson was asked, what can I ask you? എന്നിൽ നിങ്ങൾ ഈ അഭിഷേകത്തെ കളയാനാ സാത്താൻ നോക്കുന്നത്. The enemy is always looking to take away the anointing which is within ഈ you. ദലീല എന്ന പെണ്ണിനോട് പോ പിശാച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയേനെ. Amen. If Samson had said to Delilah, I rebuke you, Satan, she might have left him alone. ഇങ്ങനെ കുണുങ്ങി നിന്നു. But he just stood there looking at her with googly eyes. എല്ലാ ചിരിയും ചിരിയല്ല. Not every smile is appropriate. എല്ലാ കണ്ണുനീരും കണ്ണുനീരല്ല. Not every crying tear അവളെ is കരഞ്ഞ് appropriate. കരഞ്ഞു കാണിച്ചു. She cried. നിന്റെ ശക്തി കളയാൻ ചിലത് കരഞ്ഞു കാണിക്കും. Let me tell you, something will shed tears in front of you in order to take away your strength. വിട്ടോടണം. But you must depart from it. ജോസഫിനടുത്ത് പെത്തിപ്പേറിന്റെ ഭാര്യ Potiphar's wife went to Joseph വലിയ ഓഫർ കൊണ്ടുവന്നു. and came with a great desire. സാത്താൻ സാഹചര്യം ഒരുക്കി. Satan opened the door, സമ്മർദ്ദം ഉണ്ടായി. and there was an issue there. യോസഫ് പാപം ചെയ്തില്ല. But Joseph did not fall into sin. പക്ഷെ കിട്ടിയത് കിരീടമല്ല. His reward was not a crown. കിട്ടിയത് ജയിലാ. What he got for that was നിന്നെ jail. കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കിയാൽ, If there is any spoken word against you, നിന്നിലുള്ള നദി നഷ്ടപ്പെടാതിരുന്നാൽ, if you have not lost the flow of the river, നീ ഷേപ്പായി പുറത്തു വരും. you will come out well shaped. നീ പുറത്തു വരും. You will come out. സത്യം ആര് മൂടി വെച്ചാലും, No matter who contains the truth, സത്യം ആര് കുഴിച്ചു മൂടിയാലും, no matter whoever tries to നീ contain പൊങ്ങി the വരൂ. truth, you will still come out rising above പൊങ്ങി വരൂ. it. You will rise above it. ഹല്ലേലൂയ. Hallelujah. നീ ഒരു ഫലപ്രദമായി തീരും. You will become fruitful. നീതിയോടെ കർത്താവ് കണക്കിടാൻ പോകുകയാ. You will be counted for ഈ righteousness. പാസ്റ്റിംബറയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെട്ടിട്ടുണ്ട്. And so in many times these stones have been ഈ revealed. വർഷം തീരും മുമ്പായി By the end of this year, നിന്റെ ജോലി സ്ഥലത്ത് in your workplace, നീ അഭിമുഖീകരിച്ച വിഷയത്തില് in the matters of ദൈവം നീതി concern, കാണിക്കാൻ പോകുകയാണ്. God is going to reveal His righteousness. ഉറപ്പായി സംഭവിക്കാൻ പോകുകയാണ്. God is assuredly നിന്നെ going to do it. ആക്ഷേപിക്കാൻ നോക്കിയ സ്ഥലത്ത് In every place where they sought to put നിന്റെ you to ഫലം shame, ഉയർത്താൻ പോകുകയാണ്. God is going to lift up your head. ദൈവം നീതി വെളിപ്പെടുത്തും. God will reveal His righteousness. Praise the Lord. Amen. അടുത്ത അശുദ്ധി ദുഷ്കാമം. Next we see lewdness. ഉപവാസവും പ്രാർത്ഥനയും. In your fasting and prayer, എന്താണ് ഉപവാസവും? fasting and prayer, ഇതൊരു വ്യവസ്ഥാപിതമല്ലാത്തൊരു കാര്യത്തിൽ പോകരുത്. if there is no wisdom in something, don't walk into that. ഓരോരുത്തരും സ്വന്തം ഭാര്യയും സ്വന്തം ഭർത്താവും. You all have your own husbands and own wives, അല്ലാതെ ഒരു കൂട്ടുകെട്ടിന് പോകരുത്. but don't go to any other places without യേശുവിന്റെ your, നാമത്തില്. in the name of Jesus. ആമേൻ. Amen. ദുഷ്കാമം.
It is lewdness. അത് മരിപ്പിക്കണം. You must put it to death. ഈ കല്ല് മൂർത്തതാ, This stone is a very sharp stone. മുഴുവൻ തകർന്നു പോകും. You will be defeated. അത് ഷേപ്പ് ആകണം. But it needs to be shaped. അതിന് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. You have to fast and pray for ഉറക്കെ that. പറ, ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് Say പറഞ്ഞു. it with me. I must fast and ഉറക്കെ pray. പറ. Say it again. Fast and pray. കാരണം വീടിൽ ജോലിയും കിട്ടാൻ വേണ്ടിയല്ല ഉപവാസവും We are പ്രാർത്ഥന. not fasting and praying to get a job or to get a position. ഒരു നല്ല വിശ്വാസി, നല്ലൊരു പാസ്റ്റർ ആഴ്ചയിൽ 2 ദിവസം കൂടി ഉപവസിക്കണം. A good believer and a good pastor, at least 2 days in a week, you have to learn to fast and pray. ജഡത്തിന്റെ ഷേപ്പ് എല്ലാം ഒതുങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. In the name of Jesus, let every sharp shape of your flesh be removed in Jesus' Praise the name. Lord. Amen. ഒരു നല്ല പാസ്റ്റർ വർഷത്തിൽ ആരോഗ്യം ഉണ്ടെങ്കിൽ ഒരു വർഷത്തിൽ 40-20 ഇരിക്കണം. A good pastor should at least in a year at least take 40 or 21 days of fasting and prayer. അവർക്കൊക്കെയാണ് വിജയം ഉണ്ടാകുന്നത്. There will be great victory for such ചിലർ people. ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിക്കും. Some people will declare a fasting and prayer. 5 മണിക്ക് എഴുന്നേക്കും. They will wake up at 5 in the morning. 5 മണിക്ക് ചായ. They will make chai at 5 in the morning. 5:15 കാപ്പി. Coffee at 5:15. 5:45 ജ്യൂസ്. 5:45 juice. കാപ്പി ചായ. Coffee chaya again. ചായ. Chaya. കാപ്പി. Coffee. ഇതല്ല ഉപവാസം പ്രാർത്ഥന. This is not fasting and prayer. അൾസർ അസിഡിറ്റി ആദ്യം ഉണ്ടാകും. You will end up with a gastric ulcer. പിന്നെ അൾസർ പിടിക്കും. You will have ulcers. പിന്നെ ആമ്പിളാർ വല്ലതും കഴിക്കുമ്പോൾ വായി നോക്കിയിരിക്കേണ്ടി വരും. Amen. You may not be able to eat anything after that. ഉപവാസം എന്ന് പറയുമ്പോൾ When we talk about fasting and prayer, ഒരു ചായ വെള്ളം കുടിച്ചോ, പക്ഷെ വെള്ളം കുടിക്കണം. it's okay to drink chaya, but at least drink some water. പൊതുയോഗങ്ങൾ ഉണ്ടാകാം, പക്ഷെ ഒറ്റയ്ക്കിരുന്ന് കരയണം, പ്രാർത്ഥിക്കണം. Amen. It's good to come for public meetings, but sit alone and cry and pray. 2 നേരം 3 നേരം ശാപ്പാട് കഴിക്കുന്നത് ഇത് വായിച്ച് ധ്യാനിക്കണം. Amen. Like you eat 2 or 3 times a meal, read this word. Amen. Amen. നിന്റെ ഫാസ്റ്റിംഗ് അനുഗ്രഹമായിരിക്കും. Your fasting will be blessed. ഹല്ലേലൂയ. Amen. ചർച്ചിൽ ഉപവാസവും പ്രാർത്ഥന ഉണ്ടാകണം. There must be fasting and prayer in the നമ്മുടെ church. തലമുറ അറിയണം ഉപവസിച്ചാൽ Our കുഴപ്പമില്ല. children must learn to fast and pray. Amen. ഇതിന്റെ അകത്ത് ഒത്തിരി മിഷണറി വീരന്മാരെ ആത്മാവിനെ കാണിക്കുന്നുണ്ട്. God is showing me in the spirit many missionary warriors. ഈ ചർച്ച് ഒരു മിഷണറി സഭയായി തീരും. This is a missionary church. അത് കാലം തെളിയിക്കാൻ പോകുന്നതിനായി ശോഭനം I പറയുക. praise God that the season is at hand. ഹല്ലേലൂയ. Hallelujah. ആമേൻ. അക്കുലാസ് പാസ്റ്റർക്ക് ദൈവം ഒരു സമയം കൊടുത്തിട്ടുണ്ട് ഇവിടെ നിൽക്കാൻ. God has given you a certain season to stand in this church. സഭ നേരത്തെ പ്രാർത്ഥിച്ചോണം. The church must pray in advance. ദൈവഹിതമല്ലാത്തൊന്നും വരല്ലേ എന്ന്. Lord, do not bring anything else that is not within your will. Amen. Amen. ഉപവാസവും പ്രാർത്ഥനയും അഭിഷേകവും നിറവുള്ളവരൊക്കെ വരേണ്ടത്. Amen. Only people with fasting and prayer and infilling of the Holy Spirit should come as the next pastors. ഡോക്ടർ ആയിരിക്കും വരുന്ന അഭിഷേകം കാണത്തില്ല. You might have a doctorate and a big collar, but not any anointing. Amen. അഭിഷേകവും വചനമുള്ളവർ വരണം. Only those with anointing and word should come to this ദൈവം place. നിയോഗത്തിനായി സ്തോത്രം I പറയുകയാണ്. praise God for the covenant. Praise the Lord. Amen. ആ ഷേപ്പ് ആകട്ടെ. Let it be shaped. അടുത്തെന്താണ് വായിച്ചാട്ടെ? Next, വിഗ്രഹാരാധന അല്ലേ? idolatry. വിഗ്രഹാരാധന. Idolatry. അത് നമുക്കില്ല. അടുത്തെന്താണ്? Sorcery. ആ വിചാരം അല്ലേ? Sorcery. രണ്ടും നമുക്കുണ്ടോ? Do we have either of these? വിഗ്രഹാരാധന ഇല്ല, ആ വിചാരവും നമുക്കില്ല. Thankfully, no idolatry and sorcery. എന്നാൽ രണ്ടും നമുക്കുണ്ട്. But at the same time, we have both of these things. ഞാൻ ഒരു പാസ് അക്കുലാസ് എനിക്ക് അരമണിക്കൂർ തന്നിരിക്കുക. Pastor Aquilas has given me 30 minutes. ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആമേൻ. അവിടെ ഇരിക്കുന്ന നമ്മുടെ പേര് വിട്ടു എന്തോ ജിബോയ് ചായൻ്റെ $100 അടിച്ചു മാറ്റുന്നതാണ് ഞാൻ പറയുന്ന കാര്യം. Amen. I am talking about many things about how I ended up wasting $100 of Jiboy Chan. എൻ്റെ ഭാര്യയെ കുറിച്ച് പൊക്കി പറയുക. And I am talking greatly about my wife. എന്താണോ യേശുവിനേക്കാൾ അധികം കാണുന്നത് വിഗ്രഹമാണ്. Anything that you seek to be greater than Jesus becomes an idol. ചിലർക്ക് മക്കൾ വിഗ്രഹമാണ്. For some people, their children are an ചിലർക്ക് idol. വീട് വിഗ്രഹമാണ്. Their home is an idol. ചിലർക്ക് ജോലി അങ്ങ് വിഗ്രഹമാണ്. For some people, their work is an idol. അവർ സഭായോഗത്തിന് മാത്രമേ വരുത്തുള്ളൂ. And they only come for Sunday service. $1 കുറയും. They don't want to lose their pay. വർഗീസ് ബേബിക്ക് ഇതൊക്കെ പറയാം, ഞങ്ങൾ ജീവിക്കുന്നവർ എനിക്കറിയാം. Varghese baby can tell you these things. എങ്കിലും ജീവിക്കുന്ന ഭക്തന്മാരുണ്ട് കേട്ടോ. Ben, hallelujah. There are people who are true believers here. Praise the Lord. Amen. ഈ നാട്ടിൽ വന്നു 16 മണിക്കൂർ 18 മണിക്ക് കഷ്ടപ്പെട്ടു, ഒരു നല്ല വീട് കിട്ടി, 2 കാറും 3 കാറൊക്കെ ഉണ്ട്. നല്ല പിന്നെ ഇങ്ങോട്ട് ലാലു ഒരു കാര്യം പറയാം, ഇങ്ങോട്ട് എന്നെ കണ്ടാക്കോളൂ. ഇങ്ങോട്ട് പ്രൈസ് ദി ലോർഡ്. ഇങ്ങോട്ട് ബിന്ദു ഞാൻ കാര്യം പറയാം, പരിചയമുള്ള പറയാം. പെണ്ണിനെ കടിച്ചു കൊച്ചനെ കടിച്ചു ഇങ്ങോട്ട് നോക്കി, പിന്നെ അവർക്ക് കൂടെ കഷ്ടപ്പെട്ട് വീടുണ്ടാക്കാൻ നിൽക്കരുത്. പല മനസ്സിലായോ?
നീ ആത്മീയ സൂക്ഷിച്ച് മുന്നോട്ട് പോയിക്കോണം. Amen. Move forward in the ministry of the Lord rather than trying to build homes after homes, even for your children's children. മക്കൾക്ക് നല്ല ഫുഡ് കൊടുക്കണം, Give them good food. നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, Give them good education. നല്ല ചർച്ച കൊടുക്കണം. Give them a good church. ബാക്കി കാര്യം ദൈവം The നോക്കിക്കോളും. rest of the things God will take care. വല്ല മനസ്സിലായോ? Amen. അയ്യോ രാവിലെ ഭർത്താവ് പോകുന്നു, വൈകിട്ട് ഭാര്യ പോകുന്നു. Amen. Husband is going to work, wife is going to work, morning and night working. ലാസ്റ്റ് മക്കള് വഴിക്ക്. And finally the children are gone. ഇവിടെ വന്ന് മക്കളെ കളയാനല്ല വന്നത്. We did not come here to lose our children. ഞങ്ങളെ പോലെ ഉപദേശിമാർക്ക് ഇത് പറയും കേട്ടോ. Amen. As people, preachers like us can say this ഒരു to you. ശുഭഭാവി ഉണ്ടാകണം. You must have a good future. ലോകം മുഴുവൻ നേടാൻ പറ്റിയില്ലെങ്കിലും Even if you're not able to gain the whole ഞാനും world. എന്റെ കുടുംബമോ As for me and my household, യഹോവയെ സേവിക്കും. we will serve the Lord. പണം ഇന്ന് നാളെ ഉണ്ടാവും മക്കളെ. Money we'll have today and not tomorrow. ദൈവം മാനിച്ചോളൂ. God will bless you tomorrow also. വിഗ്രഹാരാധന, Idolatry. പ്രൈസ് ദി ലോർഡ്. ദ്രവ്യാഗ്രഹ വിഗ്രഹാരാധന, Amen. Anything that you love more than Jesus. അത്യാഗ്രഹ വിഗ്രഹാരാധന. Any greed is idolatry. ഹലോ, ദൈവസഭയാകുമ്പോൾ ദശാംശവും സ്വത്രാജ്യം കൊടുക്കണം. When we come to church, we must learn to give tithes and നേരെ offerings. ഇരിക്കണേ. ദശാംശവും സ്വത്രാജ്യം. Tithes and offerings. ദശാംശം എന്നൊക്കെ ചുരുക്കി പറയുക, പക്ഷേ സത്യത്തിൽ ഉപദേശം ഓഹരിയ. Share. പ്രൈസ് ദി ലോർഡ്. ഹലോ, ഇപ്പോൾ നിബൂച്ചാൻ്റെ വീട്ടിൽ എത്ര പേരുണ്ട്? അവിടെ ഇപ്പോൾ ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ How many people are living in മൂന്നേ your ഉള്ളോ? home, uncle? ഒന്നേയുള്ളൂ. ഞാൻ 5 ഉണ്ടല്ലോ. വന്നതാ. പോട്ടെ, ശരി. They're visiting. പുള്ളി ഇതുവരെ കൂട്ടിയിട്ടില്ല. അവ 3 പേരുണ്ട്. He says there are 3 people living there. ശ്രദ്ധിക്കണേ, Listen to me. ഡെയിലി 1000 രൂപ ഇന്ത്യൻ റുപ്പിയ കിട്ടുന്നുണ്ട്. Let's say there's 1,000 rupees. അപ്പം എത്രയായിട്ട് വീതിക്കണം? 3 He has to divide it into 3. ആണോ? Is it right? നമ്മുടെ പ്രമാണം അനുസരിച്ചോ 4. എത്രയായിട്ട്? We must divide it into 4. ഉറക്കെ പറ. Say it loudly. ആണോ? ശരിക്കും ആണോ? Am I right? അതാ ഉപദേശം. That is the doctrine. പിന്നെ നമ്മൾ ദശാംശം പറഞ്ഞു പോവുക. But we are talking about tithes. പ്രൈസ് ദി ലോർഡ്. ഈ ചർച്ച ആകുമ്പോൾ നമ്മൾ നിൽക്കുന്ന കൂട്ടായ്മയോട് ഒരു ബന്ധമുണ്ട്. When we talk about this church, we have a connection to the fellowship. കർത്താവിന്റെ വേലയ്ക്ക് ഓഹരി കൊടുക്കണം. We must give our offerings for the work of സ്വർഗ്ഗത്തിലെ God. കിളിവാതിൽ ഞാൻ God will open the windows of heaven and bless us. പ്രൈസ് ദി ലോർഡ്. Amen. ഈ ഞങ്ങളുടെ നാട്ടിൽ കിണ്ടിയുണ്ട്. ഇവിടെ കിണ്ടി കണ്ടോ? കിണ്ടി തമിഴ്നാട്ടിൽ കിണ്ടി കണ്ടിട്ടില്ല. What did you? You're all talking at the same time. ഈ സുലൈമാനി ഉണ്ടാക്കുന്ന സാധനമുണ്ട്. സുലൈമാനി ഉണ്ടാക്കുന്ന തേയില വെള്ളം. ഈ അതിന് പറയുന്നത് ഈ പുള്ളിക്കാരിക്ക് ഒരു കിണ്ടി മേടിച്ചു കൊടുക്കണം അറിയുള്ളൂ. Kettle. A kettle. കെറ്റിൽ. കണ്ടിട്ടുണ്ടോ? Have you seen a kettle? കെറ്റിലിന്റെ വായ വല്ലുവായ. The mouth of a kettle is pretty big. കൊടുക്കുന്നതോ? But the pouring out. ഇപ്പം ഞങ്ങളുടെ കായംകുളംകാർ പറയുന്നത് കിണ്ടി ഭക്തൻ എന്നാ. കിണ്ടി ഭക്തൻ. Don't be a kettle. അപ്പം സഭായോഗത്തിന് താമസിച്ചും വരും, നേരത്തെ പോകും. They come late to church and leave early. ഇവിടെ പറഞ്ഞ ഇങ്ങോട്ട് നോക്കി. ദൈവസഭയോട് കൂറ് വേണം. Amen. We have to have a generous heart towards the church. ഹലോ, സ്നാനപ്പെട്ടവര് കേട്ടോണം. Even those that are baptized, listen. ചോക്ലേറ്റിന് 50 രൂപ കിട്ടിയ, If you get $50 for your chocolate, 100 രൂപ കിട്ടിയ, if you get 100, 10 രൂപ കർത്താവിന് വിലയ്ക്ക് കൊടുക്കണം. give $10 to the church. പക്ഷേ പപ്പ നീ തന്നാലേ കിട്ടുള്ളൂ. Amen. Pastor Papa gave this to me. നീ വളർന്ന് വലിയ ആളാവും. You may become one day a big ചൊട്ടല ശീലം person. ചൊള്ള വരെയാ. ആമേൻ. Amen. വിതച്ചാ കൊയ്യും. If you sow, you will reap. സഭയാകുമ്പോൾ ഇത് നീ ഇപ്പൊ ഇടുങ്ങിയിരിക്കുക സാധ്യമാണ്. Amen. When we talk about a church, it's pretty constricted. ഒരു ഹോളൊക്കെ അധികം തരണം. But God must give us a big hall. നാട് മുഴുവൻ പിടിക്കാൻ പോകാനല്ല. Not to bring the whole thing into the church. ഉള്ളത് കൊടുത്താൽ മതി. But you have to give as much as you can to the church. ഇന്നാരും കൊടുക്കട്ടെ എന്നല്ല. Not just this person or that person. ഞാൻ എന്ത് കൊടുക്കുന്നു? What can I give? ആമേൻ. Amen. വിതച്ചാ കൊയ്യും. If you sow, you will reap. ഉറക്കെ പറഞ്ഞ വിതച്ചാ കൊയ്യും എന്ന് Say പറഞ്ഞാൽ it with me. If I sow, I will reap. കൈ കൊണ്ട് ഇങ്ങനെ പൊക്കിന്ന് വിതച്ചാട്ടെ. Can we show the action of sowing? Sow and I will reap. എന്താ ജെയിംസ് റബ്ബറാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്.
ഇവർക്ക് പറഞ്ഞാട്ടെ, വിതച്ചാക്കുയ്യും പറഞ്ഞാട്ടെ. Try not to hit or cut anybody. If you sow, you will reap. നമ്മുടെ അച്ഛൻ്റെ പോകാൻ കാണിക്കുന്നു, നന്നായി വിതയ്ക്കുന്നുണ്ടാണ്. വിതച്ചാക്കുയ്യും ഇവർക്ക് പറഞ്ഞ If വിതച്ചാക്കുയ്യും. you sow, you will reap. വിദേശയുടെ മോനല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇത് വെറുതെ പറയല്ല. ഇങ്ങോട്ട് നോക്കിക്കേ, നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം അത്ഭുതം ചെയ്യും. Let me tell you, in all your needs, God will do the miracle. ഇത് വെറുതെ പറയല്ല. I'm not just telling you this. Amen. Amen. നാം ഉൾപ്പെട്ടിരിക്കുന്ന സഭയുടെ ഒരു കൂറ് വേണം. Including us, we must have that sharpness. ഇത് വിരുന്നുകാരെ പോലെ വന്നു പോകാനല്ല. Not just to come and go. ഇവിടെ നിങ്ങളെല്ലാം വലിയ സമ്പന്നരെന്നൊന്നും എനിക്കറിയത്തില്ല. I don't know if you're all great and wealthy people. നിങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാ. I know that you're all working വലിയ hard. മില്ലിയേഴ്സിൻ്റെ അകത്തില്ല. Billionaires are not present in this church. നിങ്ങൾ ഉള്ളതുകൊണ്ട് ജീവിക്കുന്നവരാ. You're all living with what you have. എങ്കിലും Even then, ഈ സഭയെ കൊണ്ട് 10 ഔട്ട്സ്റ്റേഷൻ പ്രവർത്തനങ്ങൾ, amen, for the work of the Lord that is being done through the church, നിങ്ങൾ അതിനെ പോയി കാണണം. you have to go see what's happening. മിഷൻ ട്രിപ്പിന് പോകണം. All the work. ഇതെല്ലാം ദൈവം ചെയ്യാൻ പോകുന്ന കാലം വരാൻ God പോകുന്നു. is going to do many mission things through the church. ആമേൻ. Amen. വിഗ്രഹാരാധന. അടുത്തെന്താണ്? What's after idolatry? ആഭിചാരം. ആഭിചാരം എന്ന് പറഞ്ഞാൽ Sorcery. ആഭിചാരം എന്ന് പറഞ്ഞാൽ മന്ത്രവാദം. Sorcery. 1 ശമൂവേൽ 23:15 വായിക്കുമ്പോൾ മത്സരം ആഭിചാരം പോലെ എന്നാണ്. The Bible says in the book of 1 Samuel chapter 23 and 15, rebellion is like sorcery. തമ്മിൽ പിണങ്ങിയിരുന്ന മന്ത്രവാദമാണ്. If there is any conflict or bitterness towards each other, that is sorcery. പിണങ്ങി ഉറങ്ങിയാലും മന്ത്രവാദമാണ്. If you have bitterness and go to sleep at night, that is also sorcery. മത്സരിച്ചൊരു കാര്യം ചെയ്താലും മന്ത്രവാദമാണ്. If you are constantly grumbling and complaining, that is also sorcery. ഹലോ, എന്നിട്ട് മന്ത്രവാദം അഴിയാൻ വേണ്ടി ഞങ്ങളെ പോലെ പാസ്റ്റർമാരെ വിളിച്ചിട്ട് അഴിയട്ടെ, അങ്ങനെ അഴിയട്ടെ, പൊട്ടട്ടെ, അങ്ങനെ അഴിയട്ടെ എന്ന് പറഞ്ഞാൽ അഴിയുന്ന കാര്യമല്ലത്. Amen. There's no point in inviting a pastor to bring him to your house to break sorcery bondage. ക്ഷമ പറയണം. You have to ask for forgiveness. ശുദ്ധീകരണം പ്രാപിക്കണം. Receive the sanctification. ആമേൻ. Amen. ആ ശുദ്ധീകരണത്തിനായി സ്തോത്രം I പറയുകയാണ്. praise God for that holiness and sanctification. അടുത്ത വായിച്ചാട്ടെ. Next, hatred. പക പുറമേ നല്ല ചെറിയിരിക്കും, ഹൃദയത്തിൽ വെച്ച് കൈകാര്യം ചെയ്യുന്ന പക. Hatred is when you're showing a smile on your face, but there is a hatred inside. അടുത്ത പിണക്കം. Next, we see contentions. അക്കുലാസ് പാസ്റ്ററും ഭാര്യയും കൂടെ ബൈക്കിൽ അങ്ങോട്ട് പോവാണ്. Let's say Pastor Achilles and his wife are riding a bike together. നമ്മുടെ പേരൊന്നും പറയുന്നില്ല, ആരെങ്കിലും ആളിഞ്ഞോട്ട് വരിക, നമ്മുടെ സഹോദരൻ ഇങ്ങോട്ട് വരിക. Let's say one of the believers of the church is crossing by. ട്രാഫിക് ജംഗ്ഷൻ വെച്ചാ കണ്ടത്. They saw each other at the traffic junction. പാസ്റ്റർ ഭാര്യ ബൈക്കിന്റെ പുറകെ ഇരിക്കുക. Pastor's wife is sitting in the back seat of the bike. ഈ വരുന്ന സഹോദരൻ, this brother crossing by, നടന്നു വരിക, is walking, അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം കൈപൊക്കി കാണിക്കാം. and he is lifting his hands. പാസ്റ്റർ കൈപൊക്കിയുന്നില്ല. Pastor is not waving. ട്രാഫിക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുക. He is standing there in traffic. ഭയങ്കര തിരക്കുണ്ട്. There is a great busyness. പാസ്റ്റർ കൈപൊക്കിയാ താഴെ പോകും. If pastor lets go of his hand, the bike will go down. ഈ സഹോദരൻ അങ്ങ് പിണങ്ങി. And now the brother is upset because pastor did not wave. പാസ്റ്റർ കൈപൊക്കിയില്ല. Because pastor did not wave at me. പാസ്റ്റർ ചിരിച്ചില്ല. Pastor did not smile. പാസ്റ്റർ കണ്ടില്ല. Pastor did not see പാസ്റ്റർ me. വിളിച്ചില്ല. Pastor did not call me. ഈ കല്ലിന്റെ മോനെ അങ്ങ് ഒടിയണം. This sharp stone must be broken. കർത്താവ് കണ്ടതിനായി സ്തോത്രം പറയാം. I praise God that God has seen it. Praise the Lord. പിണക്കം. ഞങ്ങളുടെ നാട്ടിൽ ഓന്തുണ്ട്. ഇവിടെ ഓന്തില്ലേ? ഇവിടെ ഓന്തുണ്ടോ? ഉണ്ടോ? Chameleon. ഞങ്ങളുടെ നാട്ടിലെ ഓന്ത് നിറം മാറുന്ന സൈസാ. We have chameleons that are always changing in colors. ഇപ്പൊ ചിരിക്കും, പിന്നെ കരയും, പിന്നെ മൂക്ക് വീർപ്പിച്ച് കാണിക്കും. They will laugh, then they will cry, then they will be angry at you all in 5 seconds. ഈ ഷേപ്പ് എല്ലാം മാറണം. All these shapes need to be changed. അടുത്തെന്താണ്? What's next? ജാരശങ്ക. അത് പുരുഷന് ക്രോധഹേതുവാ. Jealousies. അല്ലല്ല, ജാരശങ്ക എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ജാരശങ്ക. അതിന് എനിക്ക് മനസ്സിലായത്, ഇതൊരു സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. This is something that creates doubt. എന്നെ ഒരു സഹോദരി ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ നിന്ന് വിളിക്കുമായിരുന്നു. Many years ago there was a sister that called me. വിളിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. ഞാൻ പേര് മാറ്റി പറയാം. സൂസൻ പറയുകയാണ്, പാസ്റ്ററെ എൻ്റെ ഭർത്താവിന് വേറൊരു ഭാര്യയുമായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ സ്വപ്നം കണ്ടു. Let's just say Susan called me and she said, I saw a dream that my husband might be having an affair. അപ്പോൾ ഞാൻ എന്നോട് പാസ്റ്റർ പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. And she said, Pastor, can you pray? ഞാൻ രാത്രി താവേ വെളിപ്പെടുത്തണ, ജെയിംസിനെ കുറിച്ച് വെളിപ്പെടുത്തണ താവേ വെളിപ്പെടുത്തണ. I am praying, Lord, reveal it to me, Lord, reveal it to me, Lord. ഇവിടെ വെളിപ്പെട്ടത് എന്തോ? വെള്ള വസ്ത്രധാരിയോ, What?
What did God reveal to me? I saw a man in white clothing. ജെയിംസ് മുഴുവൻ കാലം ഇന്ന് കർത്താവിനെ ആരാധിക്കുക. James' brother is all night praying unto the Lord in white clothes. ഞാൻ പിറ്റേ ദിവസം എനിക്ക് കോൾ വന്നു. The next morning I got a call. പാസ്റ്റർ വല്ലതും കണ്ടോ? Pastor, did you see anything? ഞാൻ പറഞ്ഞു കണ്ടു. I saw. നിന്റെ ഭർത്താവ് ഭക്തനാണ്. I said, your husband is a reverent man. നിന്നെ കാണിച്ച് വെളിച്ചദൂതൻ ആത്മാവാ. And the enemy that gave you the dream is actually an angel in the form of light. മനസ്സിലായോ? സൈത്താന്യ വർഷിപ്പിന്റെ ലോകം ഇത്. The Bible says even Satan can deceive us. ദുർമന്ത്രവാദം ചെയ്ത് ഭവനത്തിലേക്ക് അയക്കും. He can bring those things and bring them into your home. നീ പ്രാർത്ഥിക്കാത്ത ആളാണെങ്കിൽ, if you are somebody without prayer, ഐക്യതയില്ലെങ്കിൽ, if there is not unity, ദുർസ്വപ്ന മണ്ഡലങ്ങളെ സാത്താൻ കൊണ്ടുവരും. even the enemy can open the realm of bad dreams. സംശയം ഉണ്ടാക്കും. He will create suspicion. കുടുംബങ്ങളെ കലക്കും. There will be suspicion. യേശുവിന്റെ നാമത്തിൽ in the name of Jesus. അത് സംഭവിക്കാൻ പാടില്ല. That should not happen. അടുത്ത വായിച്ചേ. What do we see next? അടുത്തതാണ് ക്രോധം. മൂക്കിന് മുമ്പത്തിരിക്കുക. Amen. Outbursts of wrath. അയ്യോ, ഞാനും എൻ്റെ ഭാര്യയും കൂടെ പത്തനാപുരത്ത് ഒരു വിഷയം പരിഹരിക്കാൻ പോയി. My wife and I went to solve a matter. കുടുംബ പ്രശ്നം പരിഹരിച്ചതാ. It was a family matter. കാപ്പി കുടിച്ചോണ്ടിരിക്കുമ്പോൾ as we were drinking ആദ്യം coffee, എല്ലാം പ്രാർത്ഥിച്ച് കയ്യോ കുടിപ്പിച്ച് സന്തോഷമായി തീരുമാനമെടുത്തു. we were all praying and we made a decision to live joyfully. കാപ്പി കുടിച്ചോണ്ടിരിക്കുമ്പോൾ Now when we are drinking ഈ coffee, ആന്റി പറയുക, this auntie said, എൻ്റെ അച്ചായൻ അലൂമിനിയം പാത്രം പോലാ. my husband aluminum cup is not sufficient. അലൂമിനിയം പാത്രം അറിയില്ലേ? Aluminum cup, പാത്രം. vessel. He is like an aluminum ഒരു cup. കാര്യം എനിക്ക് മനസ്സിലായി, വീട്ടിൽ സാപ്പിട വെക്കത്തില്ല. അലൂമിനിയം പാത്രം നാട്ടിൽ നിന്ന് കൊണ്ടുവരണം ഇനി. അലൂമിനിയം പാത്രം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചൂടാകുകയും ചെയ്യും, പെട്ടെന്ന്. When we talk about an aluminum cup, it's quick to get heated up and quick to pull off. അപ്പൊ എനിക്ക് മനസ്സിലായി ആന്റി സ്റ്റീൽ പാത്രമാണ്. That's when I understood auntie is a steel patram. നിന്ന് തിളയ്ക്കും. Amen. She will stand there and hold ക്രോധം. anger. അയ്യോ, ക്ഷമിക്കുവോ? Will you forgive? അയ്യോ, ക്ഷമിക്കണം. You must forgive. ക്ഷമിക്കാത്തൊരു കാര്യമില്ല. There is nothing that you cannot forgive. ക്ഷമിച്ചാൽ നിന്റെ കുടുംബം അനുഗ്രഹമാകും. If you forgive, your family will be blessed. Amen. Amen. അടുത്തതാണ്. ഇല്ല, തേങ്ങ ഞാൻ പറയാം മാങ്ങയാ. If you call a coconut a mango, എല്ലാവരും പറയുക, വർഗീസ് പാസ്റ്ററെ അത് തേങ്ങയാ. everybody is telling me no, it's a coconut. ഞാൻ പറയാം മാങ്ങയാ. I'm saying it's a mango. ഞാൻ പറയുന്ന എല്ലാവരും അങ്ങ് അംഗീകരിക്കണം. Now everybody must accept what I am saying. അത് ശാഠ്യമാണ്. That is called pride അത് actually. വിഗ്രഹാരാധനയാണ്. That can be idolatry also. ആ മോനെ എല്ലാം ഒടിയട്ടെ. Let all of those things be broken. അടുത്ത വായിച്ചാട്ടെ. Next. Selfish തൊന്ന ambitions. വർഷം Selfish ambitions. അപ്പുറവും നിൽക്കും ഇപ്പുറവും നിൽക്കും. ഏത് വർഷത്താണ് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. Division. ഒരു ഡിവിഷൻ ഉണ്ടാകാൻ പാടില്ല. Let there not be any dissension among you. ഭിന്നത. Heresies. ഭിന്നത. What is that, uncle? Parties. Okay. ഭിന്നത എന്ന് വെച്ചാൽ രണ്ടുപേരും തമ്മിൽ ഐക്യത ഇരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരുത്തനെ കണ്ടു പറയാം, സൂക്ഷിക്കണേ അവനെ സൂക്ഷിക്കണേ. Let's say there are two people sitting in unity. ഒരുത്തിയുടെ ബ്രെയിൻ വാഷ് ചെയ്ത് തമ്മിൽ തല്ലിക്കുന്ന ഭിന്നത. Then there is some kind of brainwashing happening to bring any dissension among them. നോണ പറയുകയും ചെയ്തു, നോണ കേൾക്കുകയും ചെയ്യരുത്. You heard a lie and you are speaking the lie as well. യേശുവിന്റെ നാമത്തിലെ. In the name of Jesus. അടുത്തെന്താണ്? അസൂയ. What do we see next? അത് നമുക്കില്ലാത്തതിനായി ശോഭനം. Envy. അസൂയ. Envy. അയ്യോ, ഈ അസൂയ എന്ന് പറഞ്ഞ ഭയങ്കര സംഭവം. When we talk about envy, it's a big deal. അസൂയയും കഷ്ടനിക്കും മരുന്നിരുന്ന ആളുകൾ മുഴുവൻ പറയുന്നുണ്ട്. നല്ല തല തന്നതിനായി സ്വോത്രം പറയണം. Amen. I praise God that He has given us a good head. ഈ അസൂയ എന്ന് പറഞ്ഞാൽ When we talk about envy, നമ്മുടെ സണ്ണിച്ചാനോട്ടി ഞാനിപ്പോൾ ഇന്നലെ പരിചയപ്പെട്ട സണ്ണിച്ചാൻ കൈ പോലെ തന്നില്ല പുള്ളി. സണ്ണിച്ചാൻ ഇപ്പൊ സണ്ണിച്ചാനെ കുറിച്ച് അദ്ദേഹം വന്ന് കഷ്ടപ്പെട്ട് നമുക്കറിയത്തില്ല എത്ര വർഷമായെന്ന് അറിയത്തില്ല. I don't know how long he's been suffering in this. ഏതെല്ലാം ജോലി നമുക്കറിയത്തില്ല. We don't know what kind of jobs he's had to work. അദ്ദേഹത്തിന്റെ വീട്, But his house, അദ്ദേഹത്തിന്റെ കാറ്. he has a car. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടു, ഇപ്പോൾ രാവിലെ സ്വിമ്മിംഗ് പൂളിൽ പോയി കണ്ടു. We saw the swimming pool. വലിയ വീട്, We saw the big house, പ്രേയർ ഹാള്, a prayer hall, വലിയ കാറ്. well, big cars. Wow. അങ്ങനെ പോയ വഴി നമുക്കറിയത്തില്ല.
Amen. If you think like that, you cannot move forward in അവരുടെ life. കുടുംബങ്ങൾ പോയ വഴി അറിയത്തില്ല. We cannot know as a family they've gone through. വന്ന പാതകൾ നമുക്കറിയത്തില്ല. We don't know what paths they have traversed. ഇന്നത് ഞാൻ കാണുമ്പോൾ What I am seeing today, എനിക്ക് സ്വാഭാവികത്വം എന്തോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പറ. can possibly create within me some envy and നമ്മുടെ jealousy. ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് അറിയാമോ? അസൂയ. The number one problem in our Christian society is envy. ഇവിടെ ജോൺ കുരിശുള്ള പാഷ, ജോർജ് പാഷ, സണ്ണി ചാനജി, നിങ്ങൾ ഓരോരുത്തർ നിങ്ങളൊക്കെ വന്ന വഴി എനിക്കറിയത്തില്ല. I don't know what paths you have all traveled as pastors. പുതിയൊരാളിൽ എന്തുണ്ടാകാൻ അസൂയ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. But when I see something new, I may become jealous of that. ആരെയും പെട്ടെന്ന് വിധിക്കും. Something new, I may become jealous. But don't judge anyone quickly. ആമേൻ. Amen. അസൂയ അസ്ഥിക്ക് ദ്രവത്വമാണ്. The Bible says jealousy is an infirmity to your bones. ഒരാളുടെ വിദ്യാഭ്യാസം കാണുമ്പോൾ, One, when you see somebody's ഒരാളുടെ education, നന്മ കാണുമ്പോൾ, when you see somebody's goodness, about anyone, എന്റെ കാര്യം പറയാം, എനിക്ക് ഭയങ്കര അസൂയുള്ള ആളായിരുന്നു. I can tell you that I used to be a very envious person. ഞങ്ങൾ 21 days ഫാസ്റ്റിംഗ് ഇരിക്കുക 1990. We used to have a 21-day fasting in 1990. ഉപവാസപ്പാടത്ത് ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ലോകശത്തിൽ വെച്ചാൽ ഒരു ബജാജിന്റെ ചേതക്ക് കൊണ്ടുവന്നു. Amen. When I was sitting in that fasting and prayer, I saw a brother there bringing a scooter. ഞാൻ ഉൾപ്പെടെയുള്ളവർക്കെല്ലാം പഴയ സൈക്കിളാണ്. All of us, including me, had an old bicycle. അച്ചാനും സൈക്കിളാ. Even that uncle used to have a cycle. ഈ ബജാജിന്റെ ചേതക്ക് ഉപവാസത്തിന്റെ 14-ാം ദിവസം രാവിലെ കൊണ്ടുവന്നിരിക്കുക ഭാഷ കൊണ്ട് പ്രാർത്ഥിക്കാൻ. On 14th day of the fasting and prayer, he brought his new scooter. നിങ്ങൾ ബജാജിന്റെ ചേതക്ക് കണ്ടിട്ടുണ്ടോ? Have you seen a Bajaj scooter? ഇരിപ്പുണ്ടോ ബജാജ് ഒന്നും കണ്ടിട്ട് ചേതക്കൊന്നും കണ്ടിട്ട് കാണാത്തല്ല. Nowadays you cannot see them. ഈ ചേതക്കൊണ്ട് അച്ഛൻ പുതിയ ഷർട്ട് കൊണ്ടുകൊണ്ട് വന്നിരിക്കുക. He has worn good clothes and he's brought his new scooter. ഈ ചേതക്ക് കണ്ടപ്പോ എന്റെ അകത്തൊരു തീ പോലെ. As soon as I saw that, I felt like fire burning inside. എന്റെ പഴയ സൈക്കിളെ അച്ഛൻ്റെ ചേതക്ക്. Amen. I am looking at this, my old cycle. എന്റെ കണ്ണിൽ കൂടെ വെള്ളം വരുന്നു. I'm seeing tears coming out. മൂക്കിൽ കൂടെ വെള്ളം വരുന്നു. There's water coming out of my nose. ഞാൻ അങ്ങ് വിയർക്കുക. And I'm even sweating. എനിക്ക് പാട്ട് വരുന്നില്ല, സ്വത്രം വരുന്നില്ല. I can't sing a song, I cannot praise. അച്ഛൻ്റെ ചേതക്കും എന്റെ സൈക്കിളും. I am looking at his scooter and I'm looking at my cycle. ദൈവമേ, അദ്ദേഹം സന്തോഷിക്കാൻ എനിക്ക് സ്വത്രമേ വരുത്തില്ല. He is rejoicing, I cannot even praise God. ഞാൻ സവായം കൊഴിഞ്ഞ് കൈ പോലും കൊടുക്കാൻ ഞാൻ വീട്ടിൽ പോയി. After the end of the meeting, without shaking any hands, I went home. എന്നിട്ട് വൈകിട്ട് വാസപാതനം ഞാൻ വന്നിരിക്കുക. Then I came back for the evening prayer. ഞാൻ തന്നെ വിളിച്ചൊരു പ്രവാചകനെ വന്ന്. I was the person there. ഈ പ്രവാചകൻ പ്രസംഗിച്ചിട്ട് ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുക. There was a prophet there and he was giving prophetic utterance. എന്റെ തലയിൽ കൈ ദൂത് പറഞ്ഞു, നീ അസൂയക്കാരനാണെന്ന്. He laid his hands on me and told me, you are a jealous man. നിങ്ങളുടെ ചർച്ച പോലെ ഞങ്ങളുടെ ചർച്ച അന്നത്തെ ഭയങ്കര ആത്മീയ അന്തരീക്ഷമുള്ള ചർച്ച. Just like your church, we used to be a very spiritual church. ആരാധന ഇടയ്ക്കാ പറഞ്ഞ അസൂയക്കാരനാണെന്ന്. He said this in the middle of the prayer meeting. ആരും കണ്ടില്ല, ഞാൻ ഏൽപ്പിച്ചു കൊടുത്തുമില്ല. Nobody saw it, neither did I surrender. അപ്പോഴേ എന്റെ ഉള്ളിലിരിക്കുന്ന ചേതക്കും സൈക്കിളുവാ. In that moment, even then, I'm still thinking about scooter versus cycle. രണ്ടാം പ്രാവശ്യം പ്രവാചകൻ കറങ്ങി വന്നു, നീ അസൂയക്കാരനാണെന്ന് പറഞ്ഞു. Second time the pastor came and said, you're a jealous man. എല്ലാവരും കണ്ട് നാണക്കേടായി പോയി. Now everybody saw it, I became ഞാൻ embarrassed. ചാടി എഴുന്നേറ്റു. I stood up. വെള്ളം കുടിച്ചിരിക്കുമല്ലോ ഉപവാസഭാഗത്തിന്. I'm sitting there just with water. അപ്പൊ ഇടയ്ക്ക് ഞാൻ പറയാം, കർത്താവേ കുറവ് വെളിപ്പെടുത്തണേ. And I'm praying, Lord, let your grace be revealed. കുറവ് അങ്ങ് വെളിപ്പെട്ടു. And all the shortcomings were revealed. ചാടി എഴുന്നേറ്റു. I stood up. എന്നോട് ക്ഷമിക്കണേ, Lord, forgive me, വല്ല Lord. കാര്യമുണ്ടോ? Is there any രാവിലെ point in this? കുഞ്ഞു വെച്ചാൻ ചേതക്ക് കൊണ്ടുവന്നപ്പോ When I saw this man bring the scooter, എന്റെ ഉള്ളിൽ സമാധാനമില്ലാതെ പോയി. I had no peace within me. പിന്നെ ആ ദേവദാസന്റെ തലയിൽ കൈവച്ചപ്പോഴാ സാത്താൻ പോയത്. And only when that man laid hands on me did the demon depart from me. അസൂയ. Envy. ഹലോ, Man. ഈ ഒഴുക്കിൽ അതെല്ലാം തേഞ്ഞു മാറണം. In this flow of the river, all of these envies should be put out. നിർത്താൻ പോവാ. പെട്ടെന്ന് അടുത്ത വായിച്ച Quickly, next. മദ്യപാനം, അത് നമുക്ക് ഇല്ലാത്തതിനായ ശോഭനം. Drunkenness, thank God we don't have that. നല്ല മണമില്ലാത്ത സാധനമൊക്കെ ഉണ്ട് ഇപ്പം. You may drink something that has no odor to it. വീട്ടിൽ കുടുംബം ഉണ്ടാക്കാൻ പറയല്ല, ഫ്രിഡ്ജെല്ലാം ശുദ്ധീകരിച്ചോണം. Amen. Sanctify your fridge. ന്യായവിധി വെളിപ്പെടും. The judgment of the Lord will be ഞാൻ revealed. കേരളത്തിൽ നോർത്ത് മലബാറിൽ ഒരു 10-22 വർഷങ്ങൾക്ക് മുമ്പ് സഭായോഗത്തിന് ഞാൻ പോയി. I went to a church meeting in Malabar many years ago. ശനിയാഴ്ച കാത്തിരിപ്പയോഗം, സൺഡേ സഭായോഗം. Terry meeting on Saturday and Sunday അപ്പൊ service. ഈ അക്കുലാസ് പാസ്റ്ററെ പോലെ പാസ്റ്റർ അവിടെ ഇരിക്കുന്നത്. There was a pastor just like Pastor Akilas അപ്പൊ എന്നോട് there. ഈ മെസ്സേജിന് പാസ്റ്ററെ 10 മിനിറ്റ് കൂടുതൽ കിട്ടും, പാസ്റ്ററെ ഈ അപ്പം ബീജും സഹോദരന്മാർക്ക് കൊടുക്കാമെന്ന് ചോദിച്ചു. They asked me, can you give the bread and wine to the brothers in there? അപ്പം അന്നത്തെ കാലത്ത് വലിയ കപ്പല്ലേ, വലിയ കപ്പ്. It used to be a big collective cup.
പിന്നെ കോവിഡ് വന്നപ്പോൾ കപ്പും ഇല്ലാതെ പിന്നെ ചെറിയതൊക്കെ ആയി. Now we have very small cups. അപ്പം ഈ 10-60 സഹോദരന്മാരുണ്ട്, സഹോദരിമാർ 10-70 ഉണ്ട്. There are many men and women. പാസ്റ്റർ അപ്പം ബീഞ്ഞുമായിട്ട് സഹോദരിമാർക്ക് പോയി. And pastor went with bread and wine to the sisters. ആദ്യം അപ്പം സഹോദരന്മാർക്കെല്ലാം കൊടുത്തു. And then the bread was already given to the brothers. വലിയ കപ്പിലെ വീഞ്ഞ് എനിക്ക് തന്നു, ഞാൻ കൊടുത്തോണ്ടിരിക്കുക. They gave me this big jar of wine and I was giving it to everybody. അഞ്ചാമത്തെ സഹോദരന് കൊടുത്തവൻ മുഴുവൻ കുടിച്ചു. When I gave it to the fifth brother, he drank the whole cup. ഞാൻ കപ്പ് തിരിച്ചു ഭാരമില്ല. When I looked at the cup was not heavy. ഞാൻ നോക്കിയപ്പോൾ ഒട്ടും വീഞ്ഞില്ല. When I looked inside, there is no wine in the cup. എനിക്ക് വെപ്രാളമായി, ഞാൻ ഓടി. I became scared and I ran. പാസ്റ്ററെ വീഞ്ഞു പോയെന്ന് പറഞ്ഞു. I told the pastor, we have no more wine. വിദഗ്ധനായ പാസ്റ്റർ. He was a very man of much discernment. പറഞ്ഞു സഹോദരിമാരെ കുറച്ച് വീഞ്ഞൊഴിച്ചിട്ട് എന്തോ എവിടെ പോയി, ഞാൻ താഴെ പോയില്ല. Pastor asked me, did you spill it? I said, no, I didn't spill it. അച്ഛനെ വിശ്വാസം കുടിച്ചെന്ന് പറഞ്ഞു. I said, Vishwa, the brother had too much faith. He drank the whole thing. അദ്ദേഹം പിന്നെ സഹോദരിയുടെ കുമാരുടെ വീഞ്ഞ് കുറച്ച് ഒഴിച്ചിട്ട് പറഞ്ഞു പച്ചവെള്ളം ഒഴിക്കാൻ പറഞ്ഞു. He took the sister's jug and mixed it and told me to mix it with water. ഞാൻ പിന്നെ ആർക്കും കൊടുത്തില്ല, ഞാൻ പിടിച്ചു. Amen. I was holding it and bringing it to anybody. അദ്ദേഹം കുടിച്ചത് പഴയ ഓർമ്മയ്ക്കായി. He drank it for the sake of old remembrance. Old habits. നമ്മൾ കുടിക്കേണ്ട കർത്താവിന്റെ ഓർമ്മയ്ക്കായി. But we are remembering the Lord himself. ഇവിടെ ഒരുക്കപ്പെടാൻ പോവുകയാണ്. Amen. We're about to drink. ഇത് അനുഗ്രഹ പാത്രമാണ്. This is a cup of blessing. ശുദ്ധീകരണം കൂടാതെ എടുക്കല്ലേ. Don't take it without any holiness. അടുത്ത് വായിക്കുമ്പോൾ ഈ വക പ്രവർത്തിക്കുന്നവർ, next we see those that behave in such a manner. ഈ വക പ്രവർത്തിക്കുന്നവർ, those that behave in such a manner, ദൈവരാജ്യം will not inherit the kingdom of God. അത് കാണിച്ച മക്കളെ ഈ വക പ്രവർത്തി ഒന്ന് വർഷിപ്പുകാരുന്നുണ്ട് 5 മിനിറ്റ് വന്നുണ്ട്, വർഷിപ്പുകാർ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് all the worship people, ഈ വക പ്രവർത്തിക്കുന്നവർ, those who practice such things, ദൈവരാജ്യ അവകാശമാകത്തില്ല, will not inherit the kingdom of God. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? Is that what is written? ഒന്നൊക്കെ പറഞ്ഞു ഈ വക പ്രവർത്തിക്കുന്നവർ, say it with me, with no one who practices ദൈവരാജ്യം will not അവകാശം inherit the kingdom of God. ഷേപ്പ് ആയില്ലെങ്കിൽ, if you don't become shaped, ലേക്ക് കിടക്കുന്നവരാ, you will be like a stone in the lake. ഒഴുക്കി കിടന്നാൽ, but if you're rolling in the waters, നീ മഹത്വമാകാൻ പോകുകയാണ്. you will become glorious. നദി ഒഴുകട്ടെ, let the river flow. ഹല്ലേലൂയ. Amen. ഒന്ന് എഴുന്നേക്കാം 10 മിനിറ്റ്. let's stand in the presence of God 10 minutes. ഒന്ന് എഴുന്നേക്കാം മക്കളെ. പാട്ട് അശുദ്ധിയെല്ലാം